ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരിൽ മുഖവരയുടെ ആവശ്യമൊന്നുമില്ല. നിമ്നുണ്ട്, അഖിലുണ്ട്, ഹരിയുണ്ട്, എല്ലാവരെയും നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സെഷനിലേക്ക് അങ്ങോട്ട് കയറുകയാണ് നമ്മൾ. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, നിങ്ങളോട് മൂന്നാളോടും കൂടി ഒരു ചോദ്യം. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സ്വന്തം ബുക്ക് എടുത്തിട്ട് വിൽക്കാൻ നടന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ലൈക്ക് പുസ്തകം കൈ പൊക്കാമോ? ഉണ്ട്. ഹരി നടന്നിട്ടില്ല? ഉണ്ട്. മൈക്ക് യൂസ് ചെയ്തോളൂ. അതായത് എനിക്ക് തോന്നുന്ന ഇവിടുത്തെ ഒരു കോമണാലിറ്റി, നമ്മൾ ഇരിക്കുന്ന ആൾക്കാരുടെ കോമണാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും പുസ്തകം ചുമന്ന് ഈ ഒരു ബുക്ക് ഒന്ന് വാങ്ങുമോ. നമ്മളെ കാണുന്ന സമയത്ത് പലപ്പോഴും ആൾക്കാർ ഓടിയിട്ടുണ്ട്, ചെങ്ങായി ബുക്കും കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ, അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബെസ്റ്റ് സെല്ലറുകളുടെ രസതന്ത്രം എന്ന് പറയുന്ന സമയത്ത് ആ രസതന്ത്രത്തിന് അത്ര വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് തുടക്കത്തിലുള്ള ഒരു അനുഭവം. ഏതായാലും നമുക്ക് അതിലൂടെ അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് പോവാം. നിമ്ന, എങ്ങനെയായിരുന്നു ഈ ഒരു രസതന്ത്രം എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഇപ്പോൾ നിമ്ന എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കപ്പെടുന്ന ഒരു എഴുത്തുകാരിയാണ് അല്ലേ? അപ്പോൾ ഈ നിമ്ന ഉണ്ടാക്കിയ ഓളത്തിൽ നമ്മൾ ഈ കളിയോടങ്ങളൊക്കെ ഇറക്കുന്ന അതുപോലെ ഇറക്കിയ ആളാണ് ഞാനൊക്കെ. അപ്പോൾ എങ്ങനെയാണ് ആ ജയൻറ്റ് വേവ് എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ഹായ്, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 2 വർഷത്തിൽ നമ്മൾ ഒരുപാട് വേദികളിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു വേദിയിലോട്ട് പോകുന്ന സമയത്ത് എപ്പോഴും എൻ്റെ ഉള്ളിലുള്ളൊരു ടെൻഷൻ, ആരെങ്കിലും വരുമോ പരിപാടി കാണാമെന്നുള്ളതാണ്. കാരണം അത്രയേറെ വേദികൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എനിക്ക് തോന്നുന്നു ഇവിടെ നടക്കുന്ന ഫസ്റ്റ് സെഷനാണ് ഈ ഒരു സെഷൻ. അപ്പോൾ നിങ്ങളുടെ വളരെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് നമ്മളെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയ നിങ്ങളോട് എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യം തന്നെ ഒരുപാട് നന്ദി പറയാണ്. പിന്നെ എഴുത്തിലോട്ട് വന്ന വഴി ഞാൻ തന്നെ പറഞ്ഞു മടുത്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം, ഞാൻ ആദ്യം ഒരു ബുക്ക് എഴുതിയ സമയത്ത് അത് ബുക്ക് സ്റ്റാളിൽ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വെക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ കഥ ഇങ്ങനെ എല്ലാ സ്ഥലത്തും കുറച്ച് വിഷമത്തോടെ എക്സാജറേറ്റ് ഇതൊക്കെ പറയുന്ന സമയത്ത് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഓഥർ എൻ്റെ അടുത്ത് പറഞ്ഞു, നിമ്ന, ബഷീറൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് എഴുത്തിലോട്ട് വന്നിട്ടുള്ളത്. ബഷീറിനെ കോഴിക്കോട് ബസ്സിൽ തന്നെ ഇറക്കി വിട്ടിട്ടുണ്ട് പലതവണ. ബഷീറിൻ്റെ ബുക്കും വാങ്ങാതെ ബുക്കും പേറി ഒരു സഞ്ചിയിലാക്കി ഈ കോഴിക്കോടിൻ്റെ തെരുവുകളിലൂടെ ബഷീറും നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതങ്ങ് നിർത്തി. അതുകൊണ്ട് ഞാൻ ഇനി എൻ്റെ കഥനകഥയും സങ്കടകഥയൊന്നും പറയുന്നില്ല. ബിക്കോസ് ആ ഒരു കാലം കഴിഞ്ഞു. ഇപ്പം ഞാൻ നിൽക്കുന്നത് വളരെ സന്തോഷത്തോടെ ഒരുപാട് വായനക്കാരുള്ള ഒരു റൈറ്ററായിട്ടാണ്. അപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ആര്യ ബുക്സ് എന്ന് പറഞ്ഞൊരു ബുക്ക് സ്റ്റോൾ ഉണ്ട് കോഴിക്കോട്. അപ്പോൾ അവിടെയാണെന്ന് തോന്നുന്നു എനിക്ക് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ബുക്ക് എടുക്കുമോ എന്ന് ചോദിച്ചിട്ട് പോയത്. അപ്പോൾ അവിടുത്തെ ആൾ എന്നോട് പറഞ്ഞു, ഒരുപാട് എൻക്വയറി വന്നാൽ മാത്രമേ ഇവിടെ ബുക്ക് വയ്ക്കത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു എൻ്റെ ഏതെങ്കിലും കസിൻസിനെയൊക്കെ കൊണ്ട് 2-3 ദിവസം പോയിട്ട് നിമ്ന വിജയുടെ ബുക്ക് കിട്ടുമെന്ന് ചോദിപ്പിച്ചാലെങ്കിലും അവർ ആ ബുക്ക് വിൽക്കുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ളൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ആളിവിടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് വിട്ടുപോയൊരു കാര്യമുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട എന്നോടിൻ്റെ സെക്കൻഡ് പാർട്ട്, ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് കഴിഞ്ഞ 27-ന് റിലീസായി. ആ റിലീസായ ബുക്ക്, ഓ മൈ ഗോഡ്, ബുക്ക് ചേച്ചിയുടെ കയ്യിലുണ്ട്. അപ്പോൾ ബുക്ക് റിലീസായി. അപ്പോൾ ആ ബുക്ക് റിലീസാവുന്ന സമയത്ത് ഒരു ഡിസ്ട്രിബ്യൂട്ടറിനെ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരാളെങ്കിലും ഒരു ഷോപ്പിലെങ്കിലും നമ്മുടെ ബുക്ക് വെച്ച് കാണണം എന്ന് ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയുടെ ബുക്കിന് വേണ്ടിയിട്ട് 27-ാം തീയതി ബുക്ക് രാവിലെ റിലീസാവുമ്പം 26-ന് വൈകുന്നേരം കേരളത്തിലുള്ള ഒരുവിധം എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും നമ്മുടെ ഓഫീസിൻ്റെ മുന്നിൽ വണ്ടിയായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു ജേർണി അതൊട്ടും ഈസി ആയിരുന്നില്ല. അതിലൊരുപാട് ഹാർഡ് വർക്കുകളുണ്ട്, എൻ്റെ കുറേ സ്ട്രഗിൾസ് ഉണ്ട്. പക്ഷെ അതിനേക്കാളും ഏറെ ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ വായനക്കാരോടാണ്. ഇപ്പം ഞാൻ പ്രസൻ്റ് ആയിട്ടുള്ള വേദികളിൽ മാത്രമേ എനിക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു വിമർശനം ഒരാൾ ചോദിക്കുമ്പോൾ മാത്രമേ എനിക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെയൊക്കെ ആണെന്ന് പറയാൻ പറ്റൂ. പക്ഷെ ഞാനില്ലാത്ത ഇടങ്ങളിലും എൻ്റെ എഴുത്തിന് വേണ്ടി വാദിച്ചിട്ടുള്ള ഒരുപാട് വായനക്കാരെനിക്കുണ്ട്. സ്കൂൾ മുറിയിൽ ഒരു കുട്ടി ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് വായിക്കുന്ന സമയത്ത് ഈ ചവറൊക്കെ ആരാ വായിക്കുന്നതെന്ന് ചോദിച്ച് ആ കുട്ടീനെ അറ്റാക്ക് ചെയ്ത സമയത്ത് അടുത്ത റൂമിൽ നിന്ന്, അടുത്ത ക്ലാസ്സിൽ നിന്നൊരു കുട്ടി വന്നിട്ട് ഒറ്റയ്ക്ക് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് എൻ്റെ എഴുത്തിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്തിട്ടുള്ള വായനക്കാരോടാണ് നന്ദി പറയേണ്ടത്. അപ്പോൾ ആ ജേർണിയിൽ കൂടെ കൂടിയിട്ടുള്ള എല്ലാവരോടും നന്ദി. അപ്പം ഞാൻ ഇനി എവിടെയും എൻ്റെ ഈ കഥ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ആ കാലം കഴിഞ്ഞു. ഇപ്പോൾ ഉള്ളത് ഒരുപാട് വായനക്കാരെ, എഴുത്തിനെ ആഘോഷിക്കുന്ന, പുതിയ ആളുകളുടെ പുസ്തകങ്ങളെ സ്വീകരിക്കുന്ന ഒരു വിപണിയും നമുക്കുണ്ട്. ഇപ്പം വായനക്കാർ മാറിയ പോലെ തന്നെ വിപണിയും മാറിയിട്ടുണ്ട്. പുതിയ ഏതൊരാൾ എൻ്റെ ബുക്ക് ഒരു ഷോപ്പിൽ വെക്കുമെന്ന് ചോദിച്ചാൽ ഒരു മടിയും കൂടാതെ അത് വാങ്ങി വയ്ക്കുന്ന രീതിയിൽ എല്ലാ ബുക്ക് സ്റ്റോളുകളും ഇന്ന് കേരളത്തിൽ മാറിയിട്ടുണ്ട്. അപ്പം അതിനൊരു കാരണക്കാരിയായി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. അഖിൽ, ഞാൻ ചോദിക്കുകയാണ്, എന്താ നോവലാന്തം കവിത്വം
എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഞാനത് ആലോചിച്ചു. എനിക്കും അറിയില്ല കേട്ടോ ആക്ച്വലി. അല്ല, ഞാൻ ഈ ടൈറ്റിൽ കൊടുത്ത എന്താന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. എനിക്കും മനസ്സിലായി. ഞാൻ വിചാരിച്ചു എനിക്ക് ബോധമില്ലായിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇവർക്കൊക്കെ ചിലപ്പോൾ നമ്മളെക്കാൾ ബോധമുണ്ട്, അതുകൊണ്ട് അത് പറയണ്ട. അപ്പോൾ അഖിലിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇതുപോലത്തെ നോവലാന്തം, കവിത്വം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊന്നും അഖിലിൻ്റെ പുസ്തകങ്ങളിൽ കാണാനില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരുടെ വിലാപങ്ങളുണ്ട് അല്ലേ? അതായത് അഖിലിൻ്റെ പുസ്തകം വന്നോടുകൂടി മലയാള സാഹിത്യം രണ്ടായിട്ട് അങ്ങ് മുറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവുക ഇതിനെ ഒരു പ്യുവർ ലിറ്ററേച്ചർ എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കേട്ടിട്ടുണ്ടാവും. എന്താണ് ഒരു റൈറ്റർ എന്ന രീതിയിൽ എഴുത്ത് എന്നുള്ളതിൻ്റെ ധർമ്മം എന്താണ് ഉദ്ദേശിക്കുന്നത്? താങ്കൾ എഴുതുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ്? എനിക്ക് എല്ലാവർക്കും നമസ്കാരം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വേദി. എനിക്ക് സത്യം പറഞ്ഞ ഒരു ടെൻഷനുണ്ട്. ഫെബ്രുവരിക്ക് ശേഷം ഞാൻ പ്രോഗ്രാംസ് അങ്ങനെ ചെയ്തിട്ടില്ല. കാഫെസ്റ്റിന് ശേഷം എവിടെയെങ്കിലും പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്, പല പ്രശ്നങ്ങളാണ്. വേദി കിട്ടുന്നതിന് പ്രശ്നം, നമ്മുടെ ബുക്കുകൾ ആരെങ്കിലും വായിച്ചിട്ട് റിവ്യൂ ഇട്ടാൽ പ്രശ്നം, റീൽസ് ചെയ്താൽ പ്രശ്നം, മൊത്തം പ്രശ്നമാണ്. അപ്പം ഞാൻ ആലോചിച്ചു, എൻ്റെ ദൈവമേ, ഞാൻ എന്നാ വല്ല ക്രൈമും ചെയ്തിട്ടുണ്ടോ? കുട്ടികൾ റാം കെയർ ഓഫ് ആനന്ദി വായിച്ചു കഴിഞ്ഞാൽ ഉടനെ പ്രശ്നം, നിങ്ങൾക്ക് ഇതൊക്കെയാണോ വായിക്കുന്നതെന്ന്. ഇത്രയും കുട്ടികൾ MDMA അതും ഇതും ലഹരിയൊക്കെ ഉപയോഗിച്ച് നശിച്ചു പോകുന്നു. അതൊന്നും പ്രശ്നമില്ല ഈ നാട്ടിലാർക്കും. പക്ഷേ സാഹിത്യം സംരക്ഷിക്കാനായിട്ട് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ട് റൈറ്റേഴ്സാണ്, കുറേ റൈറ്റേഴ്സാണ്. അപ്പോൾ ഇവരൊക്കെ പറയുന്നത്, ഈ റാം കെയർ ഓഫ് ആനന്ദി അല്ലെങ്കിൽ നിമ്നയുടെ ബുക്കൊക്കെ പറയുന്നത് ഇതൊക്കെ ചവറുകളാണ്, ഇതൊക്കെയാണോ വായിക്കേണ്ടത്? ഇവിടെ മഹത് ആൾക്കാരായിട്ടുള്ള എഴുതിയവരൊക്കെ ഉണ്ട്, അവരുടെ ബുക്കുകളാണ് വായിക്കേണ്ടതെന്ന് പറയും. സത്യം പറഞ്ഞാൽ ചടച്ചു. നമുക്ക് ഡിപ്രഷനായി പോകും ഭയങ്കരമായിട്ട്. നമ്മളെ നിങ്ങളൊക്കെ കാണുന്നത് പലരും ഇങ്ങനെ ഇടുന്ന പോസ്റ്റാണ്, പക്ഷേ ഇതെല്ലാം വരുന്നത് ഒരാളിലേക്ക് അമ്പ് കണക്ക് വരിക. നിൽക്കുന്നത് ഞാനാണ്. എത്രയെന്നും പറഞ്ഞാൽ നമ്മളിത് വാദിച്ച് നിൽക്കാൻ പോകുന്നത്. കുറേ ആൾക്കാർ, നമ്മൾ വായനക്കാർ നമുക്ക് വേണ്ടി നിൽക്കും, പക്ഷേ അവരെയൊക്കെ മോശമായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ, ഒരു പെൺകുട്ടിയൊക്കെ മോശമായിട്ടൊക്കെ എന്തൊക്കെ വൃത്തികേട് പറഞ്ഞു എന്നറിയോ ഒരു റൈറ്റർ. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. അപ്പോൾ ഞാനപ്പോൾ ആലോചിച്ചു, ഞാൻ ഈ പരിപാടിയൊന്നും പിടിക്കുന്നില്ല. ഞാൻ തമിഴ്നാട്ടിലേക്ക് തിരിച്ചു പോയി. ഞാൻ ചെന്നൈയിലായിരുന്നു താമസിച്ചിരുന്നത്. ഞാൻ അവിടെ പോയി. അപ്പോൾ ആര് വിളിച്ചാലും ഞാൻ പറയാം ചെന്നൈയിലെ പരിപാടിയൊന്നും ചെയ്യുന്നില്ല. എന്തിനാണ് ഇനിയിപ്പോൾ? എനിക്ക് ഒളിച്ചോടിയതല്ല, പക്ഷേ നമുക്ക് മാനസിക ഒരു പ്രഷർ കിട്ടത്തില്ലേ? നമുക്കൊരു മനസ്സമാധാനം, കിടന്ന് ഉറങ്ങാൻ പോകുമ്പോൾ ആ സമാധാനത്തോടുകൂടി ഉറങ്ങണം 6 മണിക്കൂറെങ്കിലും. കുറേ നാളുകൾ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല, ഡിപ്രസ്ഡ് പോലായി. കാരണം റെസ്പെക്റ്റ് ചെയ്യുന്ന പല ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ മനസ്സിൽ പോളിഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ വേദി ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, ഹോർത്തൂസിലൊക്കെ ഉണ്ടായിരുന്ന റൈറ്റേഴ്സ് ഉൾപ്പെടെ പോളിഷ് ചെയ്ത് വെച്ചിരുന്ന കുറേ വ്യക്തിത്വങ്ങളുണ്ട്. എനിക്കൊരു അവാർഡ് കിട്ടിയപ്പോൾ എല്ലാവരും അങ്ങ് എന്തോ ഭദ്രകാളി കയറി കണക്കാണ് ഇറങ്ങി. ഞാൻ ആലോചിച്ചു, എൻ്റെ അമ്മ ഇത്ര ആൾക്കാർ ചുറ്റിനും നിന്ന് കെട്ടിപ്പിടിക്കാനും ഉമ്മോക്കാനൊക്കെ വന്നത് ഇത്രയും മനസ്സിൽ വെച്ചിട്ടുണ്ടാണോ എന്ന് ആലോചിച്ചു. അതായത് ഇവരൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട് ഒരു മനുഷ്യന്. അതായത് ഇവൻ ഇതിന് മേളിലേക്ക് പോകാൻ പാടില്ല. ഇതിന് മേളിലേക്ക് പോയിട്ടാണ് ഞങ്ങൾ കല്ലെറി, ഞങ്ങൾ തന്നെ എറിയും, ഞങ്ങൾക്ക് കൊണ്ട് കല്ലെറിയാനായിട്ട്. പുറകിലെടുത്ത് പിടിച്ചിരിക്കുക അങ്ങനെ, എന്നിട്ട് ചിരിച്ച് കാണിക്കും, ഉമ്മ വയ്ക്കും, പൂ തരും വേണമെങ്കിൽ. പക്ഷേ ഇവരെ ഒന്നും ട്രസ്റ്റ് ചെയ്തുകൂടാന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഇവരൊക്കെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പോൾ ആദ്യമേ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ബുക്ക് കൊണ്ടുവന്ന് വിറ്റിട്ടുണ്ടോ എന്ന്. ഞാൻ ഇവിടെ ഒരു ബുക്ക് സെല്ലർ വന്നിട്ടുണ്ട്, പുള്ളിയുടെ ചോദിച്ചാൽ മതി. 3 വർഷം മുമ്പ് വരെ ഞാൻ ചുമന്നുകൊണ്ട് കൊണ്ടുപോയിട്ട് APSൽ കൊണ്ടുപോയിട്ട് അയച്ചുകൊണ്ടിരുന്ന ബുക്കാണ് പുള്ളി വിറ്റുകൊണ്ടിരുന്നത്. ഞാൻ 10 വർഷത്തോളം എൻ്റെ ബുക്ക് കൊണ്ടുനടന്ന് വിറ്റിട്ടുള്ള മനുഷ്യനാണ്. ഇപ്പോഴാണ് ഈ DC ബുക്സ് ആണെങ്കിലും കടകളിലൊക്കെ ബുക്ക് വന്നിട്ടുള്ളത്. ഒരു മനുഷ്യൻ എടുക്കത്തില്ലായിരുന്നു. എൻ്റെ വീട്ടിൽ പെട്ടിവണ്ടിയിൽ ബുക്ക് വരുമ്പോൾ, കോഴിക്കോട് നിന്ന് പ്രിൻറ്റ് ചെയ്ത് വരുമ്പോൾ ഞാൻ തന്നെ ചുമടായിട്ട് എടുത്തുകൊണ്ട് വീട്ടിൽ വെക്കുക. ഈ സാധനം തന്നെയാണ് ഞാൻ പാക്ക് ചെയ്ത് അയച്ചുകൊണ്ടിരുന്നത്, ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ആമസോൺ ആണെങ്കിലും കടകളിലാണെങ്കിലും. അപ്പോൾ എനിക്ക് ഇത്രയും കഷ്ടപ്പെട്ട് എനിക്ക് എഴുത്തിന് വേണ്ടി എനിക്ക് വരാമെങ്കിൽ ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ ഭയങ്കര വിഷമം ഉണ്ടാക്കും. നമ്മൾ കൊച്ചിലെ കണ്ട് ഒരു മാതൃകയാക്കിയിട്ടുള്ള മനുഷ്യരാണ് ഈ പറയുന്നതൊക്കെ. അവർ സ്വന്തം വാല്യൂ കളയുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഞാനപ്പം അവരോടൊന്നും കൂടുതൽ മറുപടി പറയാൻ പോയില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റുമോ, ഒരാളോട് മറുപടി കൊടുത്തത് ഞാൻ നിയമപരമായിട്ടാണ്. അതിപ്പോൾ അപ്പുറത്തെ കോർട്ടിൽ നടക്കുന്നുണ്ട് കേസ്, എന്തായെന്ന് അറിയില്ല. അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവർ ഈ സാഹിത്യ സംരക്ഷകരുണ്ടല്ലോ, അവർ അന്നെങ്കിൽ ഒരു കാര്യം ചെയ്യും, അവർ ഈ പറയുന്ന ഞങ്ങളോടൊപ്പം എഴുതാനും വേണ്ട, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പോകുന്നില്ല. ഇപ്പോൾ ഒരു ബസ്സാണെങ്കിൽ തന്നെ ഒരു DJ ഒക്കെ ഇട്ട് ഒരു ബസ് പോകുന്നുണ്ട്, ഒരു ശാന്തമായ ഒരു ബസ് പോകുന്നുണ്ട്. അപ്പം അതിലൊരു ഡ്രൈവർ ഞാനാണ്. ഒരു ഡ്രൈവർ അവരുടെ വണ്ടിയിൽ ശാന്തമായിട്ട് പോയിക്കോട്ടെ, ഞങ്ങൾ DJ ഒക്കെ ഇട്ട് പോയിക്കോട്ടെ, ഇവർക്ക് എന്താ പ്രശ്നം? ഞങ്ങൾ ടൂർ പോയി തിരിച്ചു വരും. ഇവരെ എവിടെയെങ്കിലും പോയി വല്ല കയൽ തീരത്തൊക്കെ പോയിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് തിരിച്ചു വരട്ടെ. നമ്മൾ അവരെയും ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്നില്ല, ഞങ്ങളെയും ഡിസ്റ്റർബ് ചെയ്യാൻ വരരുത് എന്നുള്ളൊരു റിക്വസ്റ്റാണ്. ഓക്കെ. ഇവിടെയുള്ള ആൾക്കാർ പല ജോണേഴ്സിൽ, ഞാൻ എഴുതിയിട്ടുള്ളത് അധികവും ട്രാവൽ റിലേറ്റഡ് ആയിട്ടാണ്. നിമ്ന സെൽഫ് ലവിനെ കുറിച്ച് എഴുതി, അഖിൽ സിനിമാറ്റിക് ലെവലിൽ എഴുതി. ഇതൊന്നും അല്ലാതെ ഹൊറർ പിടിച്ചിട്ടുള്ള ആളാണ് അപ്പുറത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ജോണറിലേക്ക് ചാടാനുള്ള കാരണം? ആദ്യമായിട്ട് ആണ് ഹോർത്തൂസിൽ എല്ലാവരോടും നന്ദി പറയുന്നു. ഒപ്പം
നിങ്ങൾ ഓരോരുത്തരോടും, ഈ കേൾക്കാനെത്തിയ നിങ്ങൾ ഓരോരുത്തരോടും. പിന്നെ നിസാർ ആദ്യം ചോദിച്ച ഒരു കാര്യം, ഞാൻ പുസ്തകം അങ്ങനെ കൊണ്ടു നടന്ന് വിറ്റിട്ടില്ല. ഞാൻ കള്ളം പറയുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു പുതിയ അവസരം കിട്ടിയപ്പോൾ ഞാനില്ലാത്ത കാര്യം പറയുന്നത് ശരി. പക്ഷേ പുസ്തകമേളകളുടെ ഭാഗമായിട്ടുണ്ട്. അതുവഴി എൻ്റെ പുസ്തകങ്ങളെ കുറച്ച് പ്രൊമോട്ട് ചെയ്യാൻ നോക്കി. എന്നതിലപ്പുറം എനിക്ക് അങ്ങനെ കൊണ്ടുപോയി വിൽക്കാനുള്ള ഒരു മനസ്സുണ്ടായിട്ടില്ല. കാരണം എൻ്റെ ഒരു കോംപ്ലക്സോ മറ്റോ ആയിരിക്കാം. അങ്ങനെ ചെയ്യുന്നത് മോശമൊന്നല്ല, അത് നല്ല കോൺഫിഡൻസ് തന്നെയാണ്. ആ കോൺഫിഡൻസ് എനിക്കില്ല എന്ന് പറയാം. അതുകൊണ്ട് അതിന് പോയിട്ടില്ല. ഈ പുസ്തകത്തിനെ കുറിച്ച്, ഇതിൻ്റെ ഒരു വഴിത്തിരിവിനെ കുറിച്ചും പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു സോഷ്യൽ മീഡിയയിൽ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത, ഇൻസ്റ്റഗ്രാം എന്ന ഒരു അക്കൗണ്ട് തുടങ്ങി മാത്രം ഇട്ട ഞാൻ ഈ കറുത്തച്ഛൻ ഇറങ്ങിയ ശേഷം ഈ വായനക്കാർ എന്നെ ആക്റ്റീവാക്കുകയും അതിലെ സജീവ സാന്നിധ്യമാക്കുകയും ചെയ്തു. അപ്പോൾ അതിന് ആ പുസ്തകമാണ് കാരണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന, ഇപ്പം ഈ കറുത്തച്ഛന് ഇങ്ങനെ ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചതിൻ്റെ ഒരു പ്രധാന വഴി ഇവരൊക്കെ തന്നെയാണ്. കാരണം റിംനയും അഖിലും ഒക്കെ ആ സോഷ്യൽ മീഡിയയെ കൈകാര്യം ചെയ്ത് പുസ്തകത്തിന് ഒരു പുതിയൊരു വായനാ സമൂഹത്തിനെ സൃഷ്ടിച്ചത് കൊണ്ട് തന്നെയാണ് കറുത്തച്ഛൻ ഒരു സാധാരണ വിൽപ്പനയ്ക്കപ്പുറം ഈ പുതിയ തലമുറ ആ ഹൊറർ എന്നുള്ള രീതിയിൽ ഏറ്റെടുക്കാൻ, അവരെ മുന്നിലെത്താൻ കാരണമായത്. അപ്പോൾ അത് ഇവരോട് എനിക്ക് നന്ദി പറഞ്ഞേ പറ്റൂ. നിസാർ ഉൾപ്പെടെ. നിസാറും സോഷ്യൽ മീഡിയ വളരെ ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വ്ളോഗറാണ്. അപ്പോൾ അതിനും ആ പുസ്തകം ബെനിഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഹൊററിലോട്ട് തിരിയാൻ കാരണം ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോണർ തന്നെയായിരുന്നു. എനിക്കെപ്പോഴും പ്രേതകഥകൾ കേൾക്കുക, അല്ലെങ്കിൽ ചെറുതിലെ മുതൽ ഇതുപോലുള്ള പ്രേത സങ്കല്പങ്ങളെപ്പറ്റി അന്വേഷിച്ച് കണ്ടെത്തുക, ഇതെൻ്റെ ഒരു ഇഷ്ടം തന്നെയായിരുന്നു. പിന്നെ ഇത് ഒരിക്കലും ഒരു നോവലാകുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമേ അല്ലായിരുന്നു. ഇത് സിനിമ അല്ലെങ്കിൽ തിരക്കഥ, ഇതൊക്കെയായിരുന്നു മോഹം. പിന്നെ വഴിതെറ്റി ഒരു നോവലിസ്റ്റായി, നടക്കാതെ പോയ തിരക്കഥ നോവലായി. അങ്ങനെയാണ് ഈ ഹൊററിലോട്ട് എത്തിയത്. ഓക്കെ, നമ്മളിപ്പം ഈ ബെസ്റ്റ് സെല്ലേഴ്സ് എന്ന് പറയുന്ന സമയത്ത് സോഷ്യൽ മീഡിയ വലിയൊരു റോള് വഹിച്ചിട്ടുണ്ട് അല്ലേ? ഈ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചത് വായനയൊക്കെ മരിച്ചു എന്നുള്ള അതിൽ നിൽക്കുക. കാരണം എല്ലാവരും ഇങ്ങനെ പറയുന്നത് വായന മരിച്ചു വായിക്കാൻ ആൾക്കാരില്ല എന്നൊക്കെ പറയുന്ന സമയത്താണ് ഞാൻ പൂർണ്ണാനന്ദ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയ സമയത്ത് 2023 എഴുതി. അത് 24 പകുതി കഴിഞ്ഞിട്ടാണ് ആൾക്കാർ അറിഞ്ഞത്. അത് സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ആൾക്കാർ അത് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വലിയൊരു റീഡേഴ്സിൻ്റെ ഒരു കടൽ ഇവിടെ ഉണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞാൽ പുറത്തുനിന്നുള്ള നോക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല അല്ലേ? ശരിക്കും അത്രയും റീഡേഴ്സും അത്രയും ക്രിട്ടിക്സും രണ്ടും ഉണ്ട്. റീഡേഴ്സും ഉണ്ട്, ഒരു വരി പോലും വായിക്കാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഫാക്ട്. അപ്പം ഈ സോഷ്യൽ മീഡിയ എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നിമ്ന ഇതിലേക്ക്? ഞാൻ എഴുത്തിലോട്ട് വരുന്നതിന് മുൻപേ ഇപ്പോഴും നിമ്ന വിജയനെ ബുക്കുകളിലൂടെ അറിയുന്നതിനേക്കാളും ആളുകൾക്ക് എന്നെ അറിയുന്നത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ എഴുതുന്ന ഒരു ചേച്ചി എന്നുള്ള രീതിയിലാണ്. സോഷ്യൽ മീഡിയയിൽ സെൽഫ് ലവിൻ്റെ അംബാസിഡർ ആയിട്ടാണ് ഞാൻ അറിയപ്പെടുന്നത്. കാരണം എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ബുക്ക് എഴുതണം, പക്ഷെ അത് എങ്ങനെ ചെയ്യും, എങ്ങനെ പബ്ലിഷ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ഒന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കൊറോണ സമയത്താണെന്ന് തോന്നുന്നു ചെറുതായിട്ട് സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കുകയും നമ്മൾ ചെറിയ ചെറിയ കണ്ടന്റുകൾ, നമ്മൾ വളരെ ശ്രദ്ധിക്കാതെ വിടുന്ന കുറേ കാര്യങ്ങൾ അത് നോട്ട് ചെയ്തിട്ട് അതിനെക്കുറിച്ച് ആർട്ടിക്കിൾ എഴുതിയിട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ എൻ്റെ റൈറ്റിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രിയപ്പെട്ട എന്നോടേക്കാളൊക്കെ കുറേ ഫാൻസ് ഉണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ പണ്ട് എഴുതിക്കൊണ്ടിരുന്ന ആർട്ടിക്കിളിന്. അപ്പം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പേടിയുള്ളവരോട്, ഡൈവോഴ്സ് ചെയ്ത നാട്ടുകാർ എന്ത് പറയും തുടങ്ങി ഇങ്ങനത്തെ ചെറിയ ചെറിയ കണ്ടന്റ്സ് എടുത്തിട്ട് അതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾസ് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ സെൽഫ് ലവിനെ കുറിച്ച് എഴുതുന്ന സമയത്തൊക്കെ ഒരുപാട് കുട്ടികൾ പേഴ്സണലായിട്ട് വന്നിട്ട് ഇത് ചെയ്യുന്നത് ശരിയാണോ, ഇങ്ങനെ ചെയ്താൽ അത് ഓക്കെ ആണോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളെടുത്ത് ചോദിക്കും. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈശ്വര ഇത്രയ്ക്കൊക്കെ ആളുകൾക്ക് അവരെ സ്നേഹിക്കാൻ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യം. എൻ്റെയൊക്കെ ജീവിതം എടുക്കുകയാണെങ്കിൽ സെൽഫ് ലവിന് മുൻപും പിൻപും 2 പാർട്ടായിട്ട് തന്നെ അത് ഇരിക്കാൻ പറ്റും. അത്രയ്ക്ക് ഹ്യൂജ് ആയിട്ടുള്ള ഒരു ചേഞ്ച് എൻ്റെ ലൈഫിൽ പേഴ്സണലി ഉണ്ടായിട്ടുണ്ട്. അപ്പം സ്വയം സ്നേഹിക്കുന്നത് സ്വാർത്ഥതയല്ല എന്ന് പറയാൻ, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് സോഷ്യൽ മീഡിയ ആണ്. പിന്നെ ഞാൻ ഒരിക്കലും സോഷ്യൽ മീഡിയ ഒരു പ്രൊമോഷൻ ആവും, അല്ലെങ്കിൽ ഇന്നിപ്പം സോഷ്യൽ മീഡിയയിൽ ബുക്ക് പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ, ബുക്ക് റിവ്യൂവേഴ്സ് എന്ന് പറഞ്ഞ് തന്നെ വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഞാനത് ചെയ്യുന്നത് എൻ്റെ ബുക്ക് ആർക്കും വായിക്കുന്നില്ല, കാരണം നിമ്ന എന്നുള്ളൊരു റൈറ്ററിനെ ആർക്കും അറിയില്ല. അപ്പോൾ അതിലെ കണ്ടന്റ് എന്താണെന്നെങ്കിലും ആളുകൾ അറിഞ്ഞിട്ട് അത് വായിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ബുക്കിൻ്റെ റീൽസ് തുടങ്ങുന്നത്.
ആക്ച്വലി ഞാൻ നനയുവാൻ ഞാൻ കടലാകുന്നുള്ള ബുക്കിന്റെ റീൽസ് ആണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. പിന്നെയാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ആളുകളാണ് അതിന്റെ റീൽസ് തുടങ്ങിയത്. ഞാൻ എഴുത്തിലോട്ട് വരുന്നതിന് മുൻപ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലാണ്. സോഷ്യൽ മീഡിയ മാനേജറായിട്ടും കണ്ടന്റ് ഇൻഫ്ലുവൻസറൊക്കെ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയുടെ ആൽഗോ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കുറച്ചൊരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നു. എന്ത് പോസ്റ്റ് ചെയ്താൽ, ഏത് ടൈപ്പ് കണ്ടന്റ് പോസ്റ്റ് ചെയ്താൽ വർക്ക് ആവും, എങ്ങനെ ഒരു സോഷ്യൽ മീഡിയ വഴി നമുക്ക് കുറച്ചുകൂടി ആളുകളിലേക്ക് റീച്ച് ആവാം എന്നുള്ളൊരു ഐഡിയ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ബുക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ബുക്കിൻ്റെ റീലിട്ട സമയത്ത് ഒരാൾ വന്ന് കമൻറ്റ് ചെയ്തായിരുന്നു, സ്വന്തം ബുക്ക് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഗതികേട് ഒരു എഴുത്തുകാരനും ഉണ്ടാവാതിരിക്കട്ടെ എന്ന്. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഏത് സൈഡിൽ കൂടിയാണ് അതൊരു ഗതികേടാവുന്നത്. ഇപ്പോൾ നമ്മളെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ, നമുക്ക് വേണ്ടി നമ്മൾ സ്റ്റാൻഡ് ചെയ്തില്ലെങ്കിൽ വേറെ ആര് സ്റ്റാൻഡ് ചെയ്യും എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ നിമ്ന എന്തിനാ സ്വയം ബുക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് ഫസ്റ്റ് ചോദിച്ചവരോട് നാളെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഒരു 350 രൂപ കൊടുത്ത് ബുക്ക് സ്റ്റോളിൽ നിന്ന് വാങ്ങിച്ച് ഒരു പെന്നും പേപ്പറൊക്കെ എടുത്ത് ഒരു അടിവരൊക്കെ ഇട്ട് പറ്റിയൊരു റീൽസും BGM ഒക്കെ ഇട്ട് ഒരു റീല് ചെയ്യുമെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചാൽ അവർ നോ പറയും. കാരണം അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ എന്തിനു ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. അപ്പം അത് തന്നെയാണ് അതിൻ്റെ ആൻസർ. നമുക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ വേറൊരാൾ വരുമെന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല, ഒരാൾക്കും അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്റ്റാൻഡ് ചെയ്യണം എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം എൻ്റെ ലാസ്റ്റ് ഇപ്പം ഇറങ്ങിയ ബുക്ക്, ഇപ്പം എനിക്കറിയാം ഞാനിപ്പോൾ ഒരു പ്രൊമോഷൻ ചെയ്തില്ലെങ്കിലും കുറച്ചൊക്കെ റീഡേഴ്സിനെ കുറിച്ച് ആ ബുക്കിനെ കുറിച്ച് അറിയുമായിരിക്കും, അവരത് വായിക്കുമായിരിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ വെറുതെ ഇരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് എൻ്റെ റീഡേഴ്സിനോട് എനിക്ക് തോന്നുന്നു അവരോട് എനിക്കൊരു കടപ്പാടുണ്ട്. അതിന് വേണ്ടിയിട്ട് ആ ബുക്ക് മാക്സിമം അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം വരെ ഞാൻ മരിച്ച് പണിയെടുത്തിട്ടുണ്ട്. ഒരുപാട് പ്രൊമോഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ബുക്ക് പേഴ്സണലി ആമസോണിൽ പാക്ക് ചെയ്തതും ഒരു 100 കെട്ട് ബുക്ക് വരുന്ന സമയത്ത് അത് എന്താ വാഹനത്തിൽ നിന്ന് ഇറക്കി അത് അൺപാക്ക് ചെയ്യുന്നതും എൻ്റെ അവിടെ ഓഫീസിൽ നിൽക്കുന്ന സ്റ്റാഫിൻ്റെ കൂടെ ഇരുന്ന് പണിയെടുക്കുന്നതും ഞാൻ തന്നെയാണ്. എനിക്കതൊരു കുറച്ചിലായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബുക്ക് നമ്മൾ തന്നെ സെല്ല് ചെയ്യുന്നത് ഒരു മോശമായിട്ടോ ഞാൻ ഇതുവരെ കാണുന്നില്ല. എൻ്റെ ബുക്ക് ബുക്ക് ഷോപ്പിൽ വരുന്ന സമയത്ത് ആ ബുക്കിനെ കുറിച്ച് പോയി നോക്കാനും ആ സെല്ലേഴ്സിനോട് സംസാരിക്കാനും ഞാനൊരു ടൈം കണ്ടെത്താറുണ്ട്. അപ്പം നമ്മൾ ഈ എഴുത്തുകാരെന്ന് പറയുന്നത് വായനക്കാരെന്ന് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളാണ്, അവരെന്തോ ബുദ്ധിജീവികളാണ് എന്നുള്ള ഒരു തോന്നലും എനിക്കില്ല. ഇവിടെ ഇരിക്കുന്ന എന്നെക്കാളും ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ആളുകളായിരിക്കും എനിക്ക് ഇവിടെ ഇരിക്കുന്ന ആളുകൾ. അപ്പോൾ നമ്മൾ ആരെക്കാളും വലുതോ ചെറുതോ അല്ല, നമ്മളെല്ലാവരും ഈക്വൽ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം, നിങ്ങൾക്ക് പറയാൻ ചിലപ്പോൾ അറിയാത്തൊരു കാര്യം ഞാൻ എൻ്റെ വാക്കുകളിലൂടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സോഷ്യൽ മീഡിയ അതിന് തന്നിട്ടുള്ളൊരു പിന്തുണ വളരെ വലുതാണ്. ഇപ്പോൾ ബുക്ക് എഴുതിയ ശേഷം എനിക്ക് ഒരുപാട് അറിയുന്ന ആളുകൾ ശത്രുക്കളാവുകയും നമുക്ക് ഒട്ടും അറിയാത്ത ഒരുപാട് പേര് നമ്മുടെ വെൽവിഷേഴ്സ് ആവുകയും ചെയ്യുന്നൊരു മാജിക് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് ഏറ്റവും സ്ട്രേഞ്ച് ആയിട്ടുള്ള ആളുകളിൽ നിന്നായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയത്ത് ഒരു ഹെൽപ്പ് കിട്ടുക എന്ന് ഞാൻ പഠിച്ചത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം, ബുക്കിന് വേണ്ടി മാത്രമല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ ആ കഴിവ് കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഒരാളുടെയും കാല് പിടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്റ്റാർട്ട് ആൻ അക്കൗണ്ട്, ഷോ വാട്ട് യു ഹാവ് വിത്തിൻ യു. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഇപ്പം പടത്തിൻ്റെയൊക്കെ പ്രൊമോഷൻസ് പണ്ട് ചെയ്തത് പോസ്റ്ററിൽ വാൾസിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടൊക്കെ ആണെങ്കിൽ ഇന്നൊരു പടം വിജയിക്കണോ അത് തോൽക്കണോ എന്ന് തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന മാർക്കറ്റിങ്ങിലൂടെയാണ്, ക്യാമ്പയിൻസിലൂടെയാണ്. എന്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ എന്താ ക്യാമ്പയിൻസ് ചെയ്യുന്നില്ലേ, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നില്ല? അപ്പോൾ എല്ലാവരും അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുസ്തകം എന്ന് പറയുന്നത് അതിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു കാര്യമല്ല. സോഷ്യൽ മീഡിയയിലൂടെയും നിങ്ങൾക്ക് ബുക്ക് പ്രൊമോട്ട് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് കഴിവുണ്ടെങ്കിലും അത് പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ അതിനെ ഒരു ബാഡായിട്ട് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ സോഷ്യൽ മീഡിയ വഴി വളർന്നു വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിൽ യാതൊരു കുറവും അല്ലെങ്കിൽ അതിൽ യാതൊരു പ്രശ്നവും ഇതുവരെ എനിക്ക് തോന്നിയിട്ടുമില്ല. താങ്ക് യു. അതായത് പണ്ട് ഇപ്പൊ MT സാറിനാണെങ്കിലും ബഷീറിനാണെങ്കിലും ഒന്നും എഴുതി കഴിഞ്ഞിട്ട് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, നിങ്ങളിത് വായിക്കൂ, ഇത് ഇങ്ങനെ വരച്ച് കാണിച്ചു കൊടുക്കണ്ട. പക്ഷേ പുതിയ കാലഘട്ടത്തിൽ നമ്മളത് തുറന്ന് ഇതിനുള്ളിലുണ്ട്, ഈ പേജിൽ ഇങ്ങനെയുണ്ട്, ഈ പേജ് ഇങ്ങനെ വായിച്ചോളൂ, നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ആൾക്കാരിലേക്ക് അത് എത്തുന്നുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ അഖിൽ, ഞാൻ പൂർണ്ണാനന്ദ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയ സമയത്ത് എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു വിമർശനം എന്ന് വെച്ചാൽ എന്തായാലും ഹേറ്റ്രഡ് എങ്ങനെ ഏതെങ്കിലും തരത്തിൽ എങ്ങനെ പോയാലും കിട്ടുമെന്ന് മനസ്സിലായില്ല. അപ്പോൾ അതായത് പൊളിറ്റിക്സ് പറയാതിരുന്നാലും ജാതി പറയാതിരുന്നാലും ഒക്കെ അതൊന്നും ഇല്ലാതെ എഴുതിയിട്ട് പോലും ഇത്രയും ഹേറ്റ്രഡ് കിട്ടിയില്ലേ. ഞാൻ പറഞ്ഞിട്ടുള്ളത് മുനീർ എന്ന വ്യക്തി നൂറുദ്ദീനായി പിന്നീട് അയാൾ പൂർണ്ണാനന്ദയായി മാറുന്നു, കാശിയിലെത്തിയിട്ട് ഒരു അഘോരിയായിട്ട് മാറുന്ന കോഴിക്കോട്ടെ ഒരു മുസ്ലിം ആയിട്ടുള്ള മുനീറിന്റെ കഥയാണ് ഞാൻ എഴുതിയത്. അപ്പോൾ അതിന്റെ പേരിൽ ഞാൻ സംഖ്യയാവുന്ന ഒരു പകുതി ആൾക്കാർക്ക്, പകുതി പേർക്ക് ഞാൻ സുഡാപ്പി ആവുന്നുണ്ട്, പകുതി പേർക്ക് വധഭീഷണി വരുന്നുണ്ട്, ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എഴുത്തുകാരന് എത്രമാത്രം സ്വാതന്ത്ര്യമുണ്ട്? ലൈക്ക്
എഴുതുമ്പോൾ പേടി തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ആ എക്സ്ട്രീമിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ടോ എഴുത്തിൽ എപ്പോഴെങ്കിലും? കാരണം നമുക്ക് പറയാനുള്ള ആശയങ്ങൾ പറഞ്ഞു വെക്കുന്ന ഒരു കാലമല്ല ഇപ്പം. പണ്ടൊക്കെ നമുക്ക് ഒരു ആർട്ടിസ്റ്റിന് എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു, അതൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു, അതിനെ ആർട്ടായിട്ട് കാണുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാത്തിലും മതം മിക്സ് ചെയ്തിട്ടാണ് ആൾക്കാർ കാണുന്നത്. ക്യാരക്ടറിനാണ് ഇത്, ക്യാരക്ടറാണ്, ഇതൊരു സിനിമയാണ്, ഇതൊരു നോവലാണെന്നുള്ള ചിന്ത പോലും ഇല്ല. ആൾക്കാർ അതിനെ ബ്ലഡി ആയിട്ട് അങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ലെവൽ എപ്പോഴെങ്കിലും ഫീൽ ചെയ്ത് ഏതെങ്കിലും ക്യാരക്ടറിനെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പിന്നെ ഇപ്പം മല്ലി ട്രാൻസ്ജെൻഡർ ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട്. ഞാൻ ദായമക്കയിലും ട്രാൻസ്ജെൻഡർ ചെയ്തിട്ടുണ്ട്. ഈ ട്രാൻസ്ജെൻഡർ ക്യാരക്ടർ ചെയ്തതിന് ശേഷം അവരുള്ള അപ്രോച്ചിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കും. ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് എനിക്ക് ആ പടം ഒരു ഇത് വന്നിട്ടുള്ളത്, റാം കെയർ ഓഫ് ആനന്ദിയിലെ ഒരു ലാസ്റ്റ് ഒരു പോർഷനിൽ വായിച്ചവർക്കറിയാം, ഒരു വില്ലൻ ഒരു ഇത്. അപ്പം അതിന് പേരിട്ടിരുന്നത് അന്ന് ഗിണ്ടിയിൽ വെച്ചിട്ടൊരു കേസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുമായിട്ട് സിമിലർ വന്നൊരു പേര് ഞാൻ ചൂസ് ചെയ്തു എന്നേ ഉള്ളൂ. ഞാൻ കാസർഗോഡ് ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ എനിക്ക് ഒരു കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് പറയാം, നിങ്ങളൊരു കമ്മ്യൂണിറ്റീനെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ലേ ആ ഒരു പേരിട്ടതെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, മല്ലിക്ക് ഒരു ട്രാജഡി സംഭവിക്കുന്നുണ്ട്, അത് ആരാണ് ചെയ്തത്? അപ്പോൾ ഇന്നാൾ. ഞാൻ ഒരു ബുക്ക് വായിച്ചിരുന്നോ? അപ്പോൾ വായിച്ചിരുന്നു. ഞാൻ പറഞ്ഞാൽ ആ പേജ് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കുക, അതിൻ്റെ അകത്ത് ഉള്ള പേര് ആ പേര് മാത്രമല്ല വേറൊരു പേര് കൂടെ ഉണ്ട്. അപ്പം അതിനെന്താ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പം അതിന് ആൻസർ ഇല്ല. അപ്പം നമുക്ക് ഒരു ബുക്ക് എടുത്ത് ഒരു സൃഷ്ടി എടുത്തിട്ട് അതിൻ്റെ കുറ്റം കണ്ടെത്തണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് എന്ത് വേണമെങ്കിലും കണ്ടെത്താം. പക്ഷെ നമുക്കങ്ങനെ പേടിച്ച് എഴുതാതിരിക്കുക, അങ്ങനെ അല്ലെങ്കിൽ നമ്മളൊരു പേരിടുമ്പോൾ പോലും. അപ്പം ഞാൻ ആലോചിച്ചു, ദൈവമേ, ഒരു കഥാപാത്രത്തിന് പേരിടുമ്പോൾ പോലും ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വന്നല്ലോ എന്ന് വിചാരിച്ച്. ഇപ്പം ഇനിയിപ്പോൾ പേരിടുമ്പോൾ നമുക്കൊരു മതം ഒരു മിക്സിങ് നടത്തിയിട്ട് വേണം പേരിടാൻ. നായകൻ ഇത്, നായിക ഇത്, നായിക. ഒരു സിനിമയിൽ ഇപ്പം ദൈവങ്ങളുടെ ലിസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ജാനകി എന്ന് പറയുന്ന സിനിമയില് അത് ദൈവത്തിന്റെ പേരാന്ന് പറഞ്ഞപ്പോൾ അയാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ സുരേഷ് ഗോപിയുടെ. അതെ. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ചോദിച്ചാൽ? ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ചെന്നൈയിൽ പഠിക്കുന്ന സമയത്ത് അവിടെ കുട്ടികൾ മെറ്റൽ പെറുക്കിക്കൊണ്ടാണ് വൈകുന്നേരം വരുന്നത്. ഇപ്പം ട്രെയിനിൻ്റെ അകത്ത് കൂടുതലായിട്ടും ട്രാൻസ്ജെൻഡേഴ്സ് ഇങ്ങനെ ഭിക്ഷ യാചിക്കാനായിട്ട് നടക്കുന്നവരുണ്ട്. ഇവരെന്തെടുക്കും അറിയാം, കുട്ടികൾ ഇവർക്കിട്ട് തിരിഞ്ഞ് അങ്ങോട്ട് നടക്കുമ്പോൾ എറിയും തലക്കെട്ടൊക്കെ. അപ്പം ഇവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവർ അറിയാത്ത കണക്ക് നിൽക്കും. അപ്പം ഞാൻ ആലോചിച്ചു, ഈ കുട്ടികൾക്ക് എവിടെ നിന്നാണ് ഇങ്ങനെ ഇവരെ ഉപദ്രവിക്കാം? വേറെ ആരും അവർ ഉപദ്രവിക്കുന്നില്ല, വേറെ ഒരു മനുഷ്യരെ അവർ ഉപദ്രവിക്കുന്നില്ല. അത് കിട്ടിയത് ഇവരുടെ വീട്ടിൽ നിന്നാണ്. ഇവരുടെ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുത്തിട്ടുള്ള എങ്ങനെയുള്ള മനുഷ്യരെ അല്ല അവരെങ്ങനെ ഉപദ്രവിക്കണമെന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമായി. അവർ ഭിക്ഷ യാചിക്കാനായിട്ട് വന്നത് എന്തുകൊണ്ടാണ്? അവർക്കൊരു ജോലി കിട്ടുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് പോയിട്ട് ഇങ്ങനെ, നമ്മളിപ്പോൾ ഒരു മനുഷ്യൻ്റെ മുന്നിൽ പോയിട്ട് 5 രൂപ അല്ലെങ്കിൽ 10 രൂപ കൈ നീട്ടുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ആരോഗ്യമുണ്ട്, ഇതുണ്ട്, പക്ഷേ ഒരു ജോലി എടുക്കാനായിട്ട് നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മൾ സെക്ഷുവലി അബ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളതാണ്. കേരളത്തിലെ സിറ്റുവേഷൻ വെച്ചിട്ട് തമിഴ്നാട് അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ കുറച്ച് പ്രശ്നമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, അവിടെ കുറേ ആണുങ്ങൾ കള്ളന്മാർ ഈ ചുരിദാറും ഇതൊക്കെ ഇട്ടിട്ട് മോഷ്ടിക്കാനായിട്ട് നടക്കും. അപ്പോൾ ഇവരുടെ തലയിൽ വരുന്നതും ഇവരുടെ കുറ്റം തന്നെയാണ് വരുന്നത്. അപ്പോൾ ആൾക്കാർക്ക് ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എന്തെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണം എന്നുള്ളൊരിതുണ്ടായിരുന്നു. ഈ ബുക്ക് വന്നതിന് ശേഷം ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിലും വിളിക്കും. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കൊളാബ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹെയ്ദി സാദിയ എന്ന് പറഞ്ഞിട്ടുള്ള കേരളത്തിലായത്തെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളൊരു ജേർണലിസ്റ്റാണ്. പുള്ളിക്കാരിയുടെ അനിയത്തിനെ പുള്ളിക്കാരി മോണോ ആക്ടിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യിച്ചു, മല്ലി ഉയർത്തെഴുന്നേപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആലപ്പുഴയിൽ കലോത്സവം നടന്നുകൊണ്ടിരിക്കും, ഇന്നലെ കഴിഞ്ഞു. ഞാനത് കാണാനായിട്ട് പോയിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി ആ വേദിയിൽ ഇങ്ങനെ പെർഫോം ചെയ്യുന്ന സമയത്ത് ആ കുട്ടി മല്ലിയായി മാറിയിരിക്കുകയാണ്. എനിക്കത് കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു രോമാഞ്ചം ഉണ്ടല്ലോ, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ കഥാപാത്രത്തെ ആഫ്റ്റർ ദാറ്റ് ഒരു കുട്ടി അത് ക്യാരി ചെയ്തിട്ട് മോണോ ആക്ടിൽ കലോത്സവത്തിന് മത്സരിക്കുകയാണ്. ഞാൻ അവിടെ നിന്നിട്ട് ഭയങ്കരമായിട്ട് കൈയടിച്ചു. അപ്പോൾ രാത്രിയാണ് 9:30 കണ്ടായി കഴിയാറായപ്പോൾ, കുറച്ച് ആൾക്കാരേ ഉള്ളൂ, പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് കൈയടിച്ചു. എനിക്ക് അത്രയും ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആ ഒരു കുട്ടി +2 പഠിക്കുന്ന ഒരു കുട്ടി പോലും ആ മല്ലിയെ അക്സെപ്റ്റ് ചെയ്ത് മോണോ ആക്ടിന് അവതരിപ്പിക്കുന്ന ആ ഒരു മാറ്റം സമൂഹത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ട്രാൻസ്ജെൻഡർ കഥാപാത്രത്തിൻ്റെ വിജയമായിട്ട് ഞാൻ കാണുന്നു. അത്രയേ ഉള്ളൂ. താങ്ക് യു. സത്യം, ഞാനും അങ്ങനെ തന്നെ ഉദ്ദേശിച്ചത് എഴുതിയ സമയത്ത്. അതായത് എൻ്റെ സൽത്തനത്തിൽ നിന്ന് ക്യാരക്ടർ പറയുന്നുണ്ട്, എനിക്ക് എത്രയും പെട്ടെന്ന് ചത്ത് തൊലഞ്ഞാൽ മതി. അത് ജീവിക്കാനുള്ള ആഗ്രഹം തീർന്നിട്ടല്ല, എനിക്ക് ചത്തിട്ട് പുനർജനിക്കണം. എന്നിട്ട് 1 അല്ല 100 അല്ല 1000 അല്ല 10,000 ഞാനായിട്ട് എനിക്ക് പുനർജനിക്കണം. എന്നിട്ട് എന്നെ 9 എന്ന് വിളിച്ചവരുടെ, ഹിജഡ എന്ന് വിളിച്ചവരുടെ, ആണും പെണ്ണും കെട്ടവനെന്ന് വിളിച്ചവരുടെ, ഇവരുടെയൊക്കെ വീടുകളിൽ എനിക്ക് പുനർജനിക്കണം. അവരുടെ മകനായിട്ട്, മകളായിട്ട്, അവരായിട്ട്. അപ്പം മാത്രമേ ആ ജന്മത്തിൻ്റെ ഭാരം എത്രത്തോളം എന്ന് മനസ്സിലാവുള്ളൂ.
അങ്ങനത്തെ ആ ഒരു സൊസൈറ്റിയെ എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുന്നത് സിനിമകളിലൊക്കെ തന്നെയും ഒരു ഹ്യൂമറിസ്റ്റിക് ക്യാരക്ടേഴ്സായിട്ട് കളിയാക്കാൻ വേണ്ടിയിട്ട് കോമാളികളായിട്ടായിരുന്നു ചിത്രീകരിച്ചിരുന്നത്. അപ്പം അതിൽ ഈ മല്ലി എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹരിയോട് ഞാൻ വീണ്ടും ചോദിക്കുന്നത്, ഹരി ഹൊറർ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമ്മൾ പേടിപ്പിക്കുന്നതുകൊണ്ടാണ് അതിലേക്ക് തന്നെ വരുന്നത്. ഈ ഹൊറർ ജോണർ എഴുതുന്ന സമയത്ത് അതിന് സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു എലമെന്റ് എന്തായിരിക്കും? അത് വായിക്കുന്ന സമയത്ത് കുട്ടികളിൽ എന്തെങ്കിലും സൈക്കോളജിക്കൽ അവസ്ഥാന്തരങ്ങളൊക്കെ സൃഷ്ടിക്കുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഈ കലാസൃഷ്ടികൾ എന്തെങ്കിലും സന്ദേശമായിട്ട് ഉൾപ്പെടെ ഇരിക്കണം, അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു പുസ്തകം വായിച്ച് ആരെങ്കിലും നന്നാവുമെന്നോ അല്ലെങ്കിൽ നശിക്കുമെന്നോ ഞാൻ വിചാരിക്കുന്നത്. അതായത് ഒരു സിനിമ കണ്ട ആരെങ്കിലും നന്നാവുമെന്നോ നശിക്കുമെന്നോ. അതുകൊണ്ട് ഹൊറർ ആസ്വദിക്കാൻ കാര്യം ഭയം ആസ്വദിക്കുന്നവരുണ്ട്. ഭയം ഒരു രസമാണ്. കാരണം നമ്മൾ സുരക്ഷിതമായി ഒരിടത്തിരുന്ന് ഒരു ഭയപ്പെടുത്തുന്ന കഥ വായിക്കാനോ, അല്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കൾ കൂടി ഒരു രാത്രി ഒരു മുറിയിൽ ഇരിക്കുമ്പോൾ ആരെങ്കിലും ഒരു പ്രേതകഥ പറഞ്ഞാൽ കുറച്ച് കേട്ട് ഒരു ഭയത്തിൻ്റെ ഒരു ലഹരി ആസ്വദിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ അതൊരു എൻ്റർടൈൻമെൻറ്റായി മാത്രം, അല്ലാതെ ഹൊറർ എന്താണ് സന്ദേശം കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾ നേരത്തെ നിങ്ങൾ ചർച്ച ചെയ്ത പോലെ എനിക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുണ്ട്. കാര്യം ഹൊററിൽ എനിക്ക് സ്വതന്ത്രമായിട്ട് സങ്കല്പങ്ങളിൽ വിരാജിക്കാം. നിങ്ങൾക്ക് ഈ കഥാപാത്രങ്ങളെ നോക്കുമ്പോൾ മതവും ജാതിയൊക്കെ നോക്കണം, സമൂഹം നോക്കണം. മറ്റേത് ഞാൻ എൻ്റെ രീതിക്ക് സങ്കല്പങ്ങളിൽ വിരാജിച്ച് അങ്ങനെ പൂർണ്ണ സ്വതന്ത്രനായി നടക്കാം. അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നീട് ഈ ഹൊറർ കഥകൾ അത് ഈ മറ്റുള്ളവരെ പേടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു സിനിമ കണ്ട് പേടിക്കുന്ന പോലെയല്ല. ഒരു പുസ്തകം വായിച്ച് പേടിക്കുക എന്ന് പറഞ്ഞാൽ ആ എഴുത്തിന് നമുക്ക് പൂർണ്ണമായിട്ട് ഇത് വായിച്ചാൽ ഇത് വായനക്കാരൻ പേടിക്കും എന്നൊരു പൂർണ്ണ കോൺഫിഡൻസ് ഒന്നും ഒരിക്കലും എഴുതുമ്പോൾ ഒരാൾക്കും, അങ്ങനെ ഹൊറർ കഥകൾ എഴുതുന്ന ആർക്കും ഉണ്ടാകാറില്ല. ഇത് നമ്മുടെ സമാനമായ ആ ഒരു ഭയം ജനിപ്പിക്കുന്ന ആ ഇഷ്ടത്തിലേക്ക് ആ വായനക്കാരൻ വരുന്നു. നമ്മുടെ സമാനമായ ആ ഇഷ്ടത്തിലേക്ക് അവർ വരുന്നത് കൊണ്ട് അതിൻ്റെ ആ ഒരു തോത് വർദ്ധിക്കുന്നത് പോലെയാണ് അത് ജനപ്രിയമാവുന്നത്. ഒരുപക്ഷെ കറുത്തച്ഛൻ വായിച്ച് പേടിക്കാത്തവരുണ്ടായിരിക്കാം, പേടിക്കുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനൊത്ത രചന, അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണ തൃപ്തി, നമ്മുടെ ചിന്ത, അതിലുള്ള ഒരു രചന മാത്രമേ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റൂ. അത് അല്ലെങ്കിൽ ഇത് സന്ദേശത്തിൽ അധിഷ്ഠിതമായിരിക്കണം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ വായനക്കാരുടെ ഇഷ്ടത്തിനൊരു ഒരു ഫോർമുല ഉണ്ടാക്കണം. ഇതൊന്നും ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ്. എഴുത്തുകാരൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അത് ഏത് വിഭാഗത്തിലായാലും ഒരു സൃഷ്ടി ചെയ്യുക, അതിൻ്റെ സമാനമായ ഇഷ്ടമുള്ള വായനക്കാർ വന്നു ചേരുന്നു, അത് അതിൻ്റെ തോതിനനുസരിച്ച് വായിക്കപ്പെടുന്നു. അത്രയേ ഉള്ളൂ. അങ്ങനെ ഹൊറർ എപ്പോഴും സ്വാതന്ത്ര്യം നൽകുന്ന ഒരു വിഭാഗമാണ്. എന്നാൽ എപ്പോഴും പാളിപ്പോകാവുന്ന ഹൊറർ ശരിയായില്ലെങ്കിൽ അത് കോമഡിയാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തയ്യാറെടുപ്പോടെ എഴുതേണ്ട, എന്നാൽ സ്വാതന്ത്ര്യം തരുന്ന ഒരു മേഖലയാണ് ഹൊറർ. നമ്മളിപ്പം ഒരു പെയിന്റർ പെയിന്റ് ചെയ്യുന്ന സമയത്ത് അതിലൊരു സിഗ്നേച്ചർ വെച്ചിട്ടുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ ഒരു സ്കൾപ്ചർ ആണെങ്കിലും അയാൾ ചെയ്യുന്ന സമയത്ത് അയാളുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി അതിൽ വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ എഴുത്തുകാരുടെ ഒരു ആത്മാംശം ആ കൃതിയിൽ വെച്ചിട്ടായിരിക്കും പോവുക അല്ലെ. ഞാൻ എൻ്റെ കൃതികളിലൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ മുന്നീർ നാട് വിട്ടു, ഞാൻ 17ാമത്തെ വയസ്സിൽ നാട് വിട്ടു പോയതാ. അപ്പോൾ അത്തരം എലമെന്റ്സ് ഒക്കെ നമ്മൾ പോലും അറിയാതെ ചിലപ്പം വന്നു പോകാറുണ്ട്. എത്ര പെർസെന്റേജ് ഓഫ് നിന്ന ഉണ്ടോ? നിന്നെ ഫുള്ള് നിന്നെ തന്നെ ആയിരിക്കില്ല, അല്ലാത്തതുണ്ടോ? സെൽഫ് അല്ലാത്തത് എഴുതിയിട്ടുണ്ടോ? എന്താണ് എല്ലാവരും ഇതന്നെ ചോദിക്കുന്നതെന്ന് അറിയില്ല. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് വായിച്ചെന്റെ ഇൻബോക്സിൽ നിറയെ വരുന്ന മെസ്സേജ് തന്നെയാണ്, അതിഥി നിമ്നയാണോ, നിമ്ന തന്നെയല്ലേ അതിഥി എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ ആ മെസ്സേജിന്റെ ഒരു സ്വഭാവം ഇങ്ങനെയാണ്: ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് വായിച്ചു, വായനയിൽ മുഴുവൻ ഞാൻ കണ്ടത് എന്നെ തന്നെയാണ്, എന്റെ ഒരുപാട് അനുഭവങ്ങൾ, ഞാൻ ആരോടും പങ്കുവെക്കാത്ത കുറെ കാര്യങ്ങൾ ചേച്ചി എഴുതിയിട്ടുണ്ട്, അപ്പൊ അതിഥി ഞാൻ തന്നെയാണെന്ന് എനിക്ക് തോന്നി. എന്നിട്ട് ടൈലന്റ് ആയിട്ട് ചോദിക്കും, ഇത് ചേച്ചിയുടെ കടയാണോ, അതിഥി ചേച്ചിയാണോ? അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളാണെന്ന് ഫീൽ ആയല്ലോ, പിന്നെ എങ്ങനെയാണ് ഞാനത് ആവുന്നതെന്ന് ചോദിക്കും. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെല്ലാവരും കടന്നു പോകുന്ന ഇമോഷൻസ് എല്ലാം ഏറെക്കുറെ സെയിം ആണ്. നമ്മളത് പങ്കുവെക്കുന്ന ആളുകൾ മാത്രമേ ഡിഫറെന്റ് ആവുന്നുള്ളൂ. അതുകൊണ്ടാണ് സിനിമയിലൊക്കെ ഒരു ബ്രേക്കപ്പ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു നായക മരിക്കുമ്പോൾ നമുക്ക് വിഷമം വരാൻ കാരണം നമ്മുടെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ടാണ്.
അപ്പൊ എനിക്ക് തോന്നുന്നു ആളുകൾ വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഒരു ഹ്യൂമന് ബേസിക് ആയിട്ട് സർവൈവ് ചെയ്ത് പോകാൻ ആവശ്യമായ കുറച്ച് നീഡ്സ് ഉണ്ട്, ചില ഇമോഷൻസ് ഉണ്ട്. അപ്പൊ അത് പലപ്പോഴും നെഗ്ലക്ട് ചെയ്യപ്പെട്ടു പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ കുഞ്ഞു കുഞ്ഞു ഇമോഷൻസിനെ എടുത്ത് പെറുക്കി വെച്ചിട്ട് അത് ആളുകൾക്ക് വേണ്ടിയിട്ട് എഴുതുന്ന സമയത്ത് അത് അവർക്ക് അവരുടെ സ്റ്റോറി ആയിട്ട് മാറുന്നു അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു എഴുത്തിൽ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം, എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരാള് ലോകത്തിന്റെ ഏതോ കോണിലിരുന്ന് എപ്പോഴോ എഴുതി വെച്ച 2 വരികള് ഞാനൊരു ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വരിയിൽ എന്റെ കണ്ണുടക്കാണ്. ആ വരി വായിക്കുന്ന സമയത്ത് അയ്യോ ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് ഒരു കാര്യമാണല്ലോ എന്ന് നമുക്ക് ഫീൽ ആവുന്ന സമയത്ത് ആസ് എൻ ഓതർ അയാൾ സക്സസ് ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും അതിഥിയിലുള്ള പോലെ ഞാനും അതിഥിയിലുണ്ട്, അല്ലെങ്കിൽ അതിഥി ഞാനാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു എന്റെ ആയിട്ടുള്ള ഒരു എലമെന്റ് ഞാൻ അതിൽ വെച്ചത് ഓർക്കിഡ് പൂക്കളാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഒരുപാട് പൂക്കള് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നമ്മള് മാധവിക്കുട്ടി പറയുന്നുണ്ടല്ലോ, എനിക്ക് സ്നേഹം വേണം, അത് പ്രകടമായി തന്നെ വേണം, ശവക്കല്ലറിയിൽ വന്ന് പൂവിട്ടാ ഞാൻ അറിയുമെന്ന് ചോദിക്കും. അപ്പൊ എല്ലാവരും പറയുന്നുണ്ട് എനിക്ക് സ്നേഹമുണ്ട് സ്നേഹമുണ്ട് സ്നേഹമുണ്ട്, പക്ഷെ എവിടെ സ്നേഹം കാണുന്നില്ല. കാണാത്ത സ്നേഹം എന്താ പറയില്ല, പണക്കാരന്റെ എന്താ പെട്ടി പോലെ വ്യർത്ഥമാണ്, പണപ്പെട്ടി പോലെ വ്യർത്ഥമാണെന്ന് പറയും, പിശുക്കന്റെ പണപ്പെട്ടി പോലെ വ്യർത്ഥമാണ്. അപ്പൊ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാത്ത സ്നേഹം നിങ്ങളുടെ ഉള്ളിലുണ്ടായിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഈ ഓർക്കിഡ് ഫ്ലവേഴ്സ് കൊടുത്തിട്ട് ഒരു ലവ് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ളത് എനിക്ക് വളരെ ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു. ഞാൻ സ്ഥിരമായിട്ട് സെൽഫ് ഡേറ്റിന് പോകുന്ന ഒരാളാണ്. എനിക്ക് ജോലി കിട്ടി ആ ഒരു മാസം ഫസ്റ്റ് മന്ത് സാലറി കിട്ടിയപ്പോൾ ഞാൻ വെറുതെ പുറത്തു പോയിട്ട് കുറച്ച് പൂക്കളൊക്കെ വാങ്ങി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ച് നല്ല സിനിമയൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന സമയത്ത് എന്റെ റൂംമേറ്റ് ചോദിച്ചു ആ ഡേറ്റിനൊക്കെ പോയല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു ആ പോയി. ഇതാര് തന്നതാ ഫ്ലവർ? ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങിച്ചു. അപ്പൊ അവർക്ക് ഇതൊരു വിശ്വാസക്കുറവ്, നമ്മൾ എന്തിനാണ് നമുക്ക് വേണ്ടി ഫ്ലവേഴ്സ് വാങ്ങിക്കുന്നതെന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ അതിൽ എന്താണ് മിസ്റ്റേക്ക്? നമ്മൾ ഒരുപാട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ അല്ലെങ്കിൽ പണം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ജീവിച്ച് മരിച്ചു പോവാന്ന് പറയുന്നതിന് ഒരു അർത്ഥവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, നയന എന്നാണ് അവളുടെ പേര്. ഇവിടെ രാവിലെ സ്കൂളിൽ വരുന്ന സമയത്ത് എന്നും എനിക്ക് ഇവളുടെ അമ്മമ്മ നട്ടുപിടിപ്പിച്ച പൂന്തോട്ടത്തിൽ നിന്ന് ഒരു റോസാപ്പ് കൊണ്ടുതരും. അപ്പം ഞാൻ വിചാരിക്കും ഇത് എന്താണ്, ഇത് ഡെയിലി കൊണ്ടുവരുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മൾ കൊടുത്താൽ മോശമാവല്ലോ എന്ന് പറയും. ഒരു ദിവസം ഞാൻ വീട്ടിൽ നിന്നൊന്ന് പറിച്ചതേ ഓർമ്മയുള്ളൂ, പിന്നെ പറിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ വീട്ടിലൊക്കെ കയറിയിട്ട് കുഞ്ഞു കുഞ്ഞു പൂവൊക്കെ കൊണ്ടു കൊടുക്കായിരുന്നു. പക്ഷേ അതൊരു എക്സ്പ്രഷൻ ഓഫ് ലവ് ആണെന്നുള്ള കാര്യം എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. അപ്പം ഞാൻ ഡെയിലി ഇവർക്ക് പൂവ് കൊടുക്കുമ്പോൾ എനിക്കും പൂവ് തരും. അപ്പോൾ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. +1 +2 കഴിഞ്ഞ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ MBBS സീറ്റ് കിട്ടി, ഇപ്പോൾ ഡോക്ടറായിട്ട്. അപ്പോൾ ഞാൻ അത്ര പഠിക്കാൻ വല്ല മിടിക്കുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര കോംപ്ലക്സ് അടിച്ചു. പിന്നെ എൻ്റെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു നീ ഇവളുടെ കൂടെ നടന്ന് അവളെ കൂടെ നശിപ്പിക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ +1 ഞാൻ ആ റിലേഷൻഷിപ്പ് കട്ട് ചെയ്യാണ്. അവളെങ്കിലും പഠിച്ച് ഡോക്ടർ ആയിക്കോട്ടെ, ഞാൻ ഈ തല്ലുകൊള്ളിത്തരൊക്കെ ആയിട്ട് ഞാനൊരു മിഡിൽ ബെഞ്ചായിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ പൂർണ്ണമായിട്ട് അങ്ങ് ഉപേക്ഷിച്ചു. ആ ഒരു 2 വർഷം ഞങ്ങൾ ഒരേ ക്ലാസ് റൂമിലായിരുന്നിട്ട് പോലും ഒരു 9, 10, 2 വർഷം എനിക്ക് ഡെയിലി പൂക്കൾ കൊണ്ട് തരുന്നിരുന്ന എൻ്റെ ആ സുഹൃത്തിനോട് ഞാൻ മിണ്ടിയിട്ടില്ല. കാരണം ഞാൻ കാരണം അവൾ നശിച്ചു പോകണ്ടല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കാലങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് അവൾ ഡോക്ടറായി. ഒരു ദിവസം അവൾ എന്നോട് പറയാണ് നീ എന്നോട് ചെയ്തൊരു ചതി പോലെ എൻ്റെ അടുത്ത് ഒരാളും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് ആയിട്ട് അവൾ പറഞ്ഞു ഞാൻ ഡിപ്രഷന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്, എനിക്ക് ഒരുപാട് ട്രോമാസ് ഉണ്ടായിരുന്നു, എനിക്ക് ഒരാളെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഒരാളെയും സ്നേഹിക്കാൻ പറ്റുന്നില്ല, ഈ എല്ലാ പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടാക്കിയത് നീ എൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഒറ്റ ദിവസം കൊണ്ട് യാതൊരു എക്സ്പ്ലനേഷനും തരാതെ കട്ട് ചെയ്തതുകൊണ്ടാണ് എന്ന് പറയാണ്. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം എത്ര ഡീപ്പാണ് ഒരാളിൽ ഉണ്ടാക്കുന്ന മുറിവ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട്, നമുക്ക് ഈ സ്നേഹമുണ്ട് അത് നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമില്ല, എക്സ്പ്രസ് ചെയ്യണം എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ ഈ ഓർക്കിഡ് ഫ്ലവേഴ്സ് ശരൺ അതിഥിക്ക് കൊടുക്കുന്ന പോലെ ആ ബുക്കിൽ പ്ലേസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളുണ്ടാവും, നമ്മൾ ബുക്കിൽ എഴുതുന്ന കാര്യങ്ങൾ, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എപ്പോഴെങ്കിലും ആളുകൾ സംസാരിക്കുമായിരിക്കും എന്നുള്ളൊരു തോട്ട് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പം ഏത് പ്രോഗ്രാമിന് പോകുമ്പം എന്നെ വെൽക്കം ചെയ്യുന്നത് ഓർക്കിഡ് ഫ്ലവേഴ്സ് കൊണ്ടാണ്. അപ്പോൾ അത് തരുന്നൊരു സന്തോഷമുണ്ട്. പിന്നെ ഇൻസ്റ്റയിലൊക്കെ കുട്ടികൾ മെസ്സേജ് അയക്കും, ഞാൻ സ്കൂളിൽ പോകുന്ന വഴി കോളേജിൽ പോകുന്ന വഴിക്ക് ഒരു ഫ്ലവർ ഷോപ്പ് കണ്ടു, അപ്പോൾ എനിക്ക് ചേച്ചീനെ ഓർമ്മ വന്നു എന്ന് പറയും. അപ്പോൾ ഒരു പൂക്കൾ കാണുമ്പോൾ ഒരാൾക്ക് വേറൊരാൾ ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് പണ്ട് സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, എനിക്കൊരു സിനിമാ നടി ആവണമെന്നായിരുന്നു പണ്ട് എൻ്റെ ആഗ്രഹം. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നു.
അപ്പം ഞാൻ 7ാം ക്ലാസ്സിൽ നാടകത്തിലൊക്കെ ഒരു കൈ നോക്കി. അപ്പോൾ എനിക്ക് അലാവുദ്ദീനും അത്ഭുത വിളക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടകം ഞങ്ങൾ 7ാം ക്ലാസ്സിൽ ചെയ്യുകയാണ്. എനിക്ക് കിട്ടിയ വേഷം ഭൂതത്തിൻ്റെ ആണ്. ഓക്കെ, അപ്പോൾ ഇവരെന്നെ ഭൂതാക്കി. അപ്പോൾ എനിക്ക് അന്ന് ഭയങ്കര വിഷമൊക്കെ ആയിരുന്നു. ഞാൻ വീട്ടിൽ പോയി കുറേ കരഞ്ഞു. പക്ഷേ അഭിനേതാവ് എന്ന് പറഞ്ഞാൽ ഏത് വേഷവും ചെയ്യണം എന്നാണല്ലോ. അപ്പോൾ ഞാൻ ഭൂതമായിട്ടൊക്കെ അഭിനയിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു മെയിൻ റോളായിട്ട്, നമുക്ക് എല്ലാവരുടെയും ലൈഫിൽ ഒരു മെയിൻ റോൾ ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ലൈഫിൽ ആകെ ഒരു മെയിൻ ക്യാരക്ടർ ഉള്ളത് നമ്മളാണ്, അത് നമ്മൾ തന്നെ ആവണം എന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു മെയിൻ റോളിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങളൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് അതിഥി നിമ്നയാന്ന് പറയുമ്പോൾ ഓക്കെ, ഒരു ബുക്കിലെങ്കിലും നമ്മളൊരു മെയിൻ റോൾ ആയല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പോൾ അതിഥിയിൽ നിങ്ങളെല്ലാവരും ഉള്ള പോലെ ഞാനുണ്ട്. പക്ഷേ അത് പൂർണ്ണമായിട്ട് എൻ്റെ ലൈഫല്ല, എൻ്റെ ലൈഫ് അതിലും ട്രാജഡിയാണ്. താങ്ക് യു. ഓക്കെ, നമുക്ക് സമയം ഏകദേശം ആയിട്ടുണ്ട്. അതുകൊണ്ട് ഓഡിയൻസിലേക്ക് കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? യെസ്, ഇതാ ആദ്യത്തെ ചോദ്യമായിട്ട് ഒരാൾ കൈ പൊക്കിയിട്ടുണ്ട്. ഹായ് ഓൾ, എനിക്ക് ചോദ്യമല്ല ഒരു നന്ദിയാണ് അറിയിക്കാനുള്ളത് അഖിലിനോടാണ്. അതായത് 2024 മോനൊരു ഹോസ്പിറ്റൽ കേസ് വന്ന് ഐസൊലേറ്റഡ് ആയ ടൈമിലാണ് ആദ്യമായിട്ട് ബുക്ക് വായിക്കാൻ തുടങ്ങിയത്. മോന് വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടിയാണ് റാം കെയർ ഓഫ് ആനന്ദി വാങ്ങിച്ചത്. അന്ന് വായന ഞാൻ മുൻപ് കല്യാണത്തിന് മുൻപ് നിർത്തി വെച്ചിരുന്ന ആ ഒരു വായന പിന്നെ കണ്ടിന്യൂ ചെയ്തത് അതിനുശേഷമാണ്. സോറി സാർ, ഹരിസാറിൻ്റെ ഒഴികെ ബാക്കി എല്ലാവരുടെയും ബുക്കുകൾ ഞാൻ സ്ഥിരമായിട്ട് വായിക്കുന്നത്. അത്രയ്ക്ക് ഞാനൊരു ഹൊറർ ത്രില്ലർ അല്ലാത്ത ആ ഒരു കാറ്റഗറി അല്ലാത്തത് കൊണ്ടിട്ടാണ്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ 3 പേരോടും. സാറിൻ്റെ ബുക്കുകൾ ഇനി ഉറപ്പായിട്ടും ഞാൻ വായിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. എൻ്റെ ഒരു സതീഷ് എന്നാണ്. ഞാൻ നിങ്ങൾ രണ്ടുപേരോടാണ് ഒരു ചോദ്യം. നിങ്ങൾ ബുക്ക് സ്വന്തമായിട്ട് കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ ഇവിടെ വന്നപ്പോൾ ഒരു പയ്യൻ ജസ്റ്റ് എന്നെയൊക്കെ ഒന്ന് ചിരിച്ചു, ഞാനും ചിരിച്ചു. പിന്നെ ഞാൻ കടന്നുപോയി. പിന്നെ ഞാൻ നോക്കുമ്പോൾ കുറേ പിള്ളേരൊക്കെ ഇവൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്, വർത്തമാനം പറയുന്നുണ്ട്. കുറച്ച് മാറി വേറൊരു ബെഞ്ചിലിരുന്ന് ഇതേമാതിരി. അപ്പം എനിക്കൊരു ആങ്സൈറ്റി, ഇത് ആരാ ഇവൻ എന്താ? അപ്പം ഞാൻ ചെന്ന് ചോദിച്ചു, നീ അല്ലോ യൂട്യൂബറാണോ? ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ ഒന്നും അത് ഉപയോഗിക്കുന്ന ആളല്ല, അപ്പം നീ എന്ത് ഫീൽഡിലാണ് ഫേമസ് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടാ ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അത് ഞാൻ കൊണ്ടുനടന്ന് വിൽക്കാൻ വന്നതാണ്. ഞാൻ ചോദിച്ചു അവൻ്റെ പേരെന്ന് വെച്ചു. അവൻ ഷെമിൽ രാജ് എന്നാണ്, കോഴിക്കോടാണ് അവൻ്റെ വീട്. അപ്പം ഞാൻ ബുക്സൊക്കെ വായിക്കാറുണ്ട്, എഴുത്തുകാരനൊന്നുമല്ല, പക്ഷേ വായന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അവനോട് പുസ്തകം മേടിച്ചു നോക്കി. എൻ്റെ ഒരു പേര് വല്ലാത്ത കോംപ്ലിക്കേറ്റഡ് പേര്, എനിക്ക് മനസ്സിൽ നിൽക്കുന്നില്ല, എനിക്ക് പറയാമായിരുന്നു. അപ്പം ഞാൻ അത് നോക്കി കഴിഞ്ഞപ്പോൾ അവൻ 320 രൂപ. സത്യം പറയാൻ എൻ്റെ പൈസ ഉണ്ടായിട്ടല്ല, എങ്കിലും ഞാനൊരു 320 രൂപ കൊടുത്ത് അവനോട് ഇന്ന് ബുക്ക് വാങ്ങി. ഞാൻ വായിക്കും അത് തീർച്ചയായിട്ടും. പക്ഷേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇതുപോലെ കൊണ്ടാടന്ന് വിൽക്കുന്ന പയ്യന്മാർ ഇല്ലെങ്കിൽ ആരെങ്കിലും ആകട്ടെ നിങ്ങളുടെ അടുത്ത് വന്നാൽ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബുക്ക് സ്റ്റാളുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഫേമസ് ആണ്, നിങ്ങൾ അവരെ പ്രൊമോട്ട് ചെയ്യുമോ? ആരെങ്കിലും സമീപിച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുമോ? കോഴിക്കോട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ അവിടെ കൊണ്ടുനടന്ന് വിൽക്കാറുണ്ട്. അപ്പം നമ്മൾ കാണുന്നത് നമ്മുടെ തന്നെ ഫേസാണ് കൊണ്ടുനടന്ന് വിറ്റത്. KLF-നെ ആകുമ്പോൾ കൊണ്ടുനടന്ന് വിറ്റിട്ടില്ല, കാരണം അതിനെപ്പറ്റി അത്ര ധാരണയില്ല ആ സമയത്ത്. ഈ സുഭാഷ് പാർക്കിലൊക്കെ കൊണ്ടുനടന്ന് വിറ്റിട്ടുണ്ട്, മറൈൻ ഡ്രൈവിൽ കൊണ്ടുനടന്ന് വിറ്റിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് പറയുമ്പോഴും എനിക്കത് തന്നെ ഫീൽ ചെയ്യുന്നത്. അവൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യും ഒരു ദിവസം എന്ന് എനിക്ക് അത്രയെങ്കിലും കോൺഫിഡൻസ് ഉണ്ട്. കാരണം എനിക്ക് പറയാനായിട്ട് എൻ്റെ ലൈഫ് തന്നെ ഉള്ളത്. അപ്പോൾ അങ്ങനെ വരുന്നവരാണെങ്കിലും ഇപ്പം എൻ്റെ പേജ് ഇതെടുത്തിട്ടുണ്ടെങ്കിൽ, ഇൻസ്റ്റ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം 1 something ഇതുണ്ട്, ഫോളോവേഴ്സ് ഉണ്ട്, 130 എത്ര കണ്ടുക. പല ആൾക്കാരും ചാർജബിളായിട്ടൊക്കെ ഇത് റിലീസ് ചെയ്യുന്ന, കവർ റിലീസ് ചെയ്യുന്ന എനിക്കറിയാം, പൈസ കൊടുത്തിട്ട്. ഞാനെപ്പോഴും ആരെങ്കിലും പുതിയ ഒരാളാണെങ്കിൽ പോലും എനിക്ക് അയച്ചിട്ട്, ഞാൻ അങ്ങനെ ഇൻബോക്സിൽ കയറാറുള്ള ആളല്ല, എന്നാലും ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് റിലീസ് ചെയ്ത് കൊടുക്കും. കാരണം പണ്ട് ആരെങ്കിലും ഒരു സീനിയർ റൈറ്റേഴ്സ് എൻ്റെ ഒരു കവർ പേജെങ്കിലും ഒന്ന് ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും ഒന്ന് റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഒരു 10 പേരിലെങ്കിലും എത്തട്ടെ എന്ന് ആലോചിച്ചിട്ടുണ്ട്. ഒരുപാട് പേരെ പുറകെ നടന്നിട്ടുണ്ട്, പൈസ ചോദിച്ചിട്ടുണ്ട്, പലരും ഇട്ടിട്ടില്ല. ആ കാര്യങ്ങളെല്ലാം ഞാൻ അന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എന്നെങ്കിലും എന്നെ ഇതുപോലൊരു വേദിയിൽ അല്ലെങ്കിൽ ഒരു 10 പേര് അറിയുന്ന ഒരു ഇത് വരുമ്പോൾ, പുതിയതായിട്ട് ഒരാൾ വരുവാണെങ്കിൽ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും, തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് എൻ്റെ സൈഡിൽ നിന്നുള്ളത്. താങ്ക് യു. ഹലോ, എല്ലാവരുടെയും പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. എൻ്റെ ക്വസ്റ്റ്യൻ നിസാർ സാറിനോടാണ്. ലാസ്റ്റ് ബുക്ക് തലൈക്കൂത്തൽ നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടായിട്ടുള്ള അതിലൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹിസ്റ്ററി പാർട്ട് എടുത്തിട്ടുണ്ട്, നമ്മുടെ രാജീവ് ഗാന്ധി അസാസിനേഷൻ. അപ്പോൾ ഈ ഒരു തലൈക്കൂത്തൽ എന്ന പ്രോസസ്സ് നടത്തുന്ന കുടുംബം, അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി വിത്ത് ഒരു കണക്ഷൻ കൊടുക്കുന്നുണ്ട്, വായിക്കാത്തവരുണ്ടെങ്കിൽ സ്പോയിലർ ഇടണില്ല. സോ ഇതെങ്ങനെയാണ് ഈ രാജീവ് ഗാന്ധി അസാസിനേഷൻ എന്നുള്ള ഒരു സംഭവം ഈ ഒരു തലൈക്കൂത്തൽ എന്ന ഏരിയയിലോട്ട് കൊണ്ടുവന്ന് എത്തിച്ചത്? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ, അതോ ജസ്റ്റ് ഒരു
അതായത് ഞാൻ എഴുതുന്ന സമയത്ത് എപ്പോഴും ഹിസ്റ്ററിയും റിയാലിറ്റിയും ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് എഴുതാറുള്ളത്. എവിടെ ഹിസ്റ്ററി എൻഡ് ചെയ്യുന്നു, റിയാലിറ്റി അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ അത് റിയൽ ക്യാരക്ടറാണ്. അഹോറ എന്നുള്ളത് റിയൽ ക്യാരക്ടറാണ്. ഞാൻ പറഞ്ഞില്ലേ 17ാമത്തെ വയസ്സിൽ നാട് വിട്ട് പോയ സമയത്ത് ഞാനും റഫീഖ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ക്ലോസ് നെയ്ബറും ഞാനും കൂടി ഓടിപ്പോയത് പരീക്ഷ പേടിച്ചിട്ട്. ഒരു 105 ദിവസത്തെ യാത്ര കഴിഞ്ഞിട്ടാണ്. അപ്പോഴേക്ക് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ +2 തോറ്റു പരീക്ഷ എഴുതാതെ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഈ അഹോറ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കാണുന്നത്. അതായത് ഞങ്ങളൊരു 6ാമത്തെ ദിവസം മയിലാടുതുറൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും കുളിക്കാതെ ഒരു ലെയറും കൂടി ശരീരത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. നമ്മൾ മലയാളികൾക്ക് കുളിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു വികാരമാണല്ലോ. അപ്പോൾ തൊട്ടപ്പുറത്ത് കരിമ്പ് പാടത്ത് വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യുന്നുണ്ട് ഒരു കുളത്തിലേക്ക്, അപ്പോൾ ഇറിഗേഷന് വേണ്ടിയിട്ട്. അത് കണ്ട സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം കുളിക്കാൻ വേണ്ടി. ഞങ്ങൾ ഓടി ചാടി അവിടെ എത്തിയപ്പം ഒരാളിങ്ങനെ ഒരു തടിച്ചൊരാളിങ്ങനെ കൈ ഇങ്ങനെ വീശി നിന്നിട്ട് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചപ്പം പറഞ്ഞു കുളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചുമ്മാ കുളിക്കാനൊന്നും പറ്റില്ല, പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചാൽ എത്ര വേണ്ട, 1 രൂപ തരണം എന്ന് പറഞ്ഞു. ഞങ്ങളതിൽ ആകെ 50 എങ്ങാനുള്ളത്. അത് പെറുക്കി കൊടുത്തു. ഞങ്ങൾ ചാടി അർമാദിച്ച് കുളിച്ച്. അങ്ങനെ കുളിച്ച് കഴിഞ്ഞപ്പം ഭയങ്കര വിശപ്പ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അണ്ണാ ഭയങ്കര പസി എന്തെങ്കിലും ഉണ്ടാവുമെന്ന്. അപ്പോൾ അയാളൊരു മധുരക്കിഴങ്ങ് ഇങ്ങനെ ചുടുന്നുണ്ടായിരുന്നു. അതിൻ്റെ പകുതി ഞങ്ങൾക്ക് തന്നു. അപ്പോൾ ഞാൻ റഫീഖിന് പറഞ്ഞു, റഫീഖ് ചോദിക്കുക അണ്ണാ കിടക്കാനും കൂടി ഒരു ഇടം കിടക്കും. അപ്പോൾ അയാൾ പറഞ്ഞു പോകെ. അപ്പോൾ അയാൾ ഈ ഒട്ടകത്തിന് ഇടം കൊടുത്തെന്നൊക്കെ പറയും പോലെ. അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് തലൈക്കൂത്തലിന് പോകാനുള്ളതാണെന്ന്. അന്ന് അതായത് ഇത് നടക്കുന്നത് 2004 നടക്കുന്നത്. ചില വാക്കുകൾ നമ്മുടെ തലയിൽ ഇങ്ങനെ കിടക്കുമല്ലോ, തലൈക്കൂത്തൽ. ആ വാക്ക് ഞാൻ എന്തെങ്കിലും പുതിയ വാക്ക് കേട്ടാൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും, തലൈക്കൂത്തൽ തലൈക്കൂത്തൽ. അങ്ങനെ ഇൻ്റർനെറ്റൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഈ സാധനം ഞാൻ തപ്പി നോക്ക്. പടച്ച റബ്ബില്ലാലമിനെ തമ്പുരാൻ, ഇയാൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോണത്. എനിക്കറിയില്ല എന്ന ആ സാധനം എന്താണെന്ന് പോലും. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. പടച്ചോൻ ഈ സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അയാൾ അന്ന് പോയത് എന്നുള്ളത്. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് കുറേ പഠിച്ച് വിരുദനഗറിൽ പോയി, ഉസ്ലാംപട്ടി പോയി, അവിടെയൊക്കെ പോയി പഠിച്ചപ്പോഴാണ് സംഭവത്തിൻ്റെ അതായത് അയാൾ പോകുന്നത് 300 രൂപയ്ക്ക് ആളെ കൊല്ലാൻ പോകുന്ന ചടങ്ങാണ് ഈ തലൈക്കൂത്തൽ എന്ന് പറഞ്ഞാൽ. അയാൾ അത് കേട്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി. പിന്നെ ഈ രാജീവ് ഗാന്ധി അസാസിനേഷൻ നടന്നത് ശ്രീപെരുമ്പത്തൂരാണ്. അവിടെയുള്ള പെൻഡാഡേവ ഫാക്ടറിയിൽ നിലം തുടയ്ക്കുന്ന ജോലിയായിരുന്നു ഞങ്ങൾക്ക്, എനിക്ക് റഫീഖിനും. നാട്ടുകാർ കത്തെഴുതി വെച്ച് പോയത് ഞങ്ങൾ 20 വർഷങ്ങൾക്ക് ശേഷം വലിയ ധനികരായി തിരിച്ചെത്തും, അതുവരെ ആരും അന്വേഷിക്കരുത് എന്നാണ്. പക്ഷെ അവിടെ നിലന്തോടൊപ്പം പാത്രം കഴുകലൊക്കെ ആയിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഞാൻ ഇതിലെ 2ാമത്തെ ക്യാരക്ടറായിട്ടുള്ള കടമ്പരാജ എന്ന് പറഞ്ഞ ആളെ കാണുന്നത്. അയാൾ രാജീവ് ഗാന്ധിയെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ശ്രീപെരുമ്പത്തൂർ പോയതായിരുന്നു. ആ പോകുന്ന പോക്കിൽ അയാളെ പാമ്പ് കൊത്തി മരിച്ചതാണ്. അത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നും തോന്നില്ല. പക്ഷേ അയാൾ അവിടെ പാമ്പ് കൊത്തി മരിക്കപ്പെടും എന്നുള്ളത് ഓലയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. വൈത്തീശ്വരൻ കോവിലിലെ നാഡീ ജ്യോതിഷ പ്രകാരം ഇയാൾ 62ാമത്തെ വയസ്സിൽ പെന്നലൂരിൽ വെച്ചിട്ട് പാമ്പ് കടിയേറ്റ് മരിക്കുന്ന എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അച്ചട്ട് സംഭവിച്ചു എന്ന് പറഞ്ഞു. അത് കേട്ടതോടുകൂടി എനിക്ക് ആ ടോപ്പിക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. പിന്നെ വൈത്തീശ്വരൻ കോവിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയിട്ടായിരുന്നു ഞാനിത് എഴുതിയത്. അപ്പോൾ രാജീവ് ഗാന്ധി അസാസിനേഷൻ, കാരണം ഇതിലെ മെയിൻ ക്യാരക്ടറും രാജീവ് ഗാന്ധി ഭയങ്കര നിങ്ങൾ ഇനി മൊത്തം കേൾക്കണ്ട, ആ പൈസ കൊടുത്ത് വാങ്ങി ബാക്കി വായിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ രാജീവ് ഗാന്ധി അസാസിനേഷനോട് കൂടി പാരലായിട്ട് തന്നെയാണ് മറ്റതും എഴുതിയിട്ടുള്ളത്. രണ്ടും ഹൈലി കണക്റ്റഡ് ആണ്. പിന്നെ അതിലുള്ള രാജീവ് ഗാന്ധി അസാസിനേഷനിൽ ഏറ്റവും ക്ലോസ് വിറ്റ്നസ് ആണ് അനസൂയ ഡെയ്സി ഏണസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥ. അവരെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നറേറ്റ് ചെയ്യുന്ന സമയത്ത് അത് രാജീവ് ഗാന്ധി അവസാനമായിട്ട് ഒരു വാക്ക് സംസാരിച്ചത് റിലാക്സ് അവരെൻ്റെ അടുത്തേക്ക് വിടുമെന്നാണ്. അതായത് കലൈവാണി രാജരത്നം മനുഷ്യ ബോംബായിട്ട് രാജീവ് ഗാന്ധിയുടെ കഴുത്തിലേക്ക് മാല ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. അവരെ പറഞ്ഞേക്കൂ എന്നാണ് രാജീവ് ഗാന്ധി പറഞ്ഞത്, ദ ലാസ്റ്റ് വേർഡ് ടു അനസൂയ. അപ്പോൾ അതൊക്കെ നറേറ്റ് ചെയ്യുന്ന സമയത്ത് ശരീരമൊക്കെ ഇങ്ങനെ തരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് തലൈക്കൂത്തൽ, 1ാം തലൈക്കൂത്തൽ എന്നുള്ള പുസ്തകം എഴുതിയത്. ദാറ്റ്സ് ഇറ്റ്. സാർ, എൻ്റെ പേര് അഭിലാഷ് എന്നാണ്. ഞാൻ കണ്ണൂരിൽ നിന്ന് വരെയാണ്. ഞാൻ ഇവർ പറഞ്ഞ പോലെ തന്നെ നന്ദി പറയാനാണ് വിളിക്കുന്നത്. അത് അഖിൽ പി ധർമ്മജൻ പിന്നെ നിന്ന വിജയം. ഇടക്കാലത്ത് നിന്നുപോയ പുസ്തക വായന വീണ്ടും തുടരാൻ വേണ്ടിയിട്ട് സാധിച്ചത് ഇവരുടെ പുസ്തകമാണ്. അങ്ങനെ ഇടക്കാലത്ത് നിന്നതിനാൽ നമുക്ക് കട്ടിയുള്ള ബുക്കൊന്നും അധികം വായിക്കാൻ കഴിയില്ല. അത് ചെറിയ ചെറിയ വായനക്കാരുടെ അനുഭവമാണ്. പക്ഷെ സിമ്പിളായിട്ട് ഇത്തിരി പവർഫുള്ളായിട്ട് ഇതിനോട് സമീപിക്കാൻ കഴിഞ്ഞത് ഇവർ രണ്ടാളെയും വായന അനുഭവം കൊണ്ടാണ്. പിന്നെ സാറിനോട് പറയാനുള്ള ഈ കറുത്തച്ചെന്ന് പറഞ്ഞ സാറിൻ്റെ ബുക്ക് എനിക്ക് നാട്ടിൽ വായനശാലയിൽ 2 മെമ്പർഷിപ്പ് ഉണ്ട്. അടുത്തേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ച് വെക്കുകയും ചെയ്യുന്നു. പിന്നെ വേറൊരു യാദൃശ്ചികമുള്ള സാറിനെ പറ്റിയിട്ടാണ്. ഞാൻ രാവിലെ തന്നെ വന്നപ്പോൾ ഇവിടെ ബുക്ക് സ്റ്റാളിലേക്ക് പോയത്. അപ്പോൾ വെച്ചാൽ സാറ് ഇപ്പോൾ എഴുതിയ ബുക്ക് അതിൻ്റെ പേര് എനിക്കറിയില്ല, സാറിൻ്റെ പേരും അറിയില്ല. എവിടുന്നോ കേട്ടിട്ടാന്ന് ഞാൻ പോയി ചോദിച്ചത്. പക്ഷെ പേരറിയാണ്ട് ഞാൻ ഈ കടലിൽ പോയി തപ്പിയിട്ട് ഒരു കാര്യമില്ല. എത്രയോ ബുക്കുകളുണ്ട്. പക്ഷെ യാദൃശ്ചിക ഞാൻ സന്തോഷ കുളങ്ങരൻ്റെ പ്രോഗ്രാമിന് കയറേണ്ട ഞാനാണ് ഇവിടെ ഇരുന്നപ്പോൾ
ആ ബുക്കിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇപ്പോൾ എനിക്ക് കിട്ടി. നന്ദി. വേഗം പോയി വാങ്ങിക്കോളൂ. അല്ല വേണ്ടാന്നാണോ? ഇനി ട്രെയിലർ ഹിറ്റായി കേട്ടോ, ഇനി ബുക്ക് ട്രെയിലർ ഹിറ്റായി. എൻ്റെ പേര് പുതിയ വിജയൻ എന്നാണ്. ഹൊററിനെ കുറിച്ചും സെൽഫ് ലവിനെ കുറിച്ചും ട്രാൻസ്ജെൻഡറിനെ കുറിച്ചും എല്ലാം പുതിയ പുതിയ മേഖലകളെ വളരെ സിൻസിയറായിട്ട് എഴുതുന്ന നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ കേൾക്കുന്നത്? ഇതേ വേദിയിൽ കഴിഞ്ഞ ദിവസം കൽക്കട്ടയിൽ പോയി ആതങ്കവാദികളോടൊപ്പം ജീവിക്കേണ്ടി വന്ന കഥാകാരന്മാരെ കുറിച്ച് നമ്മൾ കേട്ടു. അതുപോലെയുള്ള അനുഭവങ്ങളാണ് അവരെ വലിയ വലിയ നോവലിസ്റ്റുകളും കഥാകാരന്മാരും ആക്കി മാറ്റിയത്. അതുപോലെ അല്ലെങ്കിലും മറ്റൊരു തലത്തിലുള്ള സ്വന്തം തെറ്റാനുഭവങ്ങൾ പോലും നിങ്ങൾ കഥയായിട്ട് മാറ്റുമ്പോൾ അത് വായിക്കാൻ ഇവിടെ ആളുകളുണ്ട്. ഇവിടെ ആളുകളുണ്ടെന്ന് പറഞ്ഞാൽ ഇനി ആളുകളുണ്ടാകും. നിങ്ങൾ ഒരു കാരണവശാലും ഒരു ചുവട് പോലും പുറകോട്ട് വയ്ക്കേണ്ട. അതുപോലെയുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾക്ക് മറുപടിയും പറയണ്ട. അതുമാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാൻ. താങ്ക് യു സാർ. അതിൻ്റെ അകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ മാനസികമായിട്ടുള്ള ഒരു ഇതുണ്ട്, ഹെൽത്ത് ഉണ്ട്, മെൻ്റൽ ഹെൽത്ത്. അത് നമ്മൾ ശരിക്കും അത് ശ്രദ്ധിക്കാറില്ലായിരുന്നു. ഞാൻ ശ്രദ്ധിക്കാത്ത ഒരാളായിരുന്നു. ഈ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ എന്തെങ്കിലും പറയട്ടെ, അവിടെ കിടന്ന് പറയട്ടെ എന്ന് പറയും. പക്ഷേ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മളെ ഇത് ബാധിക്കാൻ തുടങ്ങും. ബാധിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാകുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ സ്റ്റേജിൽ കടന്നുപോയവർക്ക് മനസ്സിലാകും. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു റൈറ്റിംഗ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിലൂടെ നമ്മൾ വേദനിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനുഷ്യരുണ്ട്, വായിക്കുന്നുണ്ട്, ഇതൊക്കെയാണ്. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടം ചേർന്നിട്ടുള്ള, ഒന്നോ രണ്ടോ പേര് കുഴപ്പമില്ല, കൂട്ടം ചേർന്നിട്ടുള്ള ആക്രമണം വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ അത് ബാധിക്കപ്പെട്ടിട്ടുള്ള ഒരാളോട് ചോദിച്ചാൽ അത് മനസ്സിലാവും. എനിക്കും മുമ്പൊക്കെ ഇങ്ങനെ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ആക്ടേഴ്സിനെയൊക്കെ കൂട്ടം ചേർന്നിട്ട് എന്തെങ്കിലും ഒരു അവരുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു മൈന്യൂട്ടായിട്ടുള്ളൊരു വേർഡായിരിക്കും ആക്രമിക്കുമ്പോൾ ഞാനും ഇങ്ങനെ കണ്ടുപോകാറുണ്ട്. പക്ഷേ നമ്മൾക്ക് ഒരു കാര്യം കിട്ടിക്കഴിയുമ്പോൾ ആക്രമിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ബുക്ക് എഴുതി കഴിയുമ്പോൾ ആക്രമിക്കുക, അതൊക്കെ എന്ന് പറയുന്നത് അസൂയയുടെ പുറത്താണ് എന്നറിയാമെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അത് നിമ്നയൊക്കെ എഴുതിയിട്ടുള്ളത്. പിന്നെ നിമ്ന പറഞ്ഞൊരു കാര്യം, ഓർക്കിഡൊക്കെ സ്വന്തമായിട്ട് വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞാൽ, പക്ഷേ എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഓർക്കിഡ് വേണമെന്നും പറഞ്ഞ ഒരു പ്രാവശ്യം. ഞങ്ങൾ ഒരു ദിവസം ട്രിവാൻഡ്രത്ത് കാഫസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ബുക്കുകൾ ഇട്ട് വയ്ക്കുന്ന ഒരു തെരുവുണ്ട്, എനിക്കൊന്ന് പാളയമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ അന്ന് ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുക ഞങ്ങളുടെ ബുക്ക്, എല്ലാവരും ഭയങ്കര ക്യൂ ഒക്കെയാണ്. അപ്പം ഞങ്ങൾ അതിലും വഴി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇപ്പോൾ ഇവള് പറഞ്ഞ് തിരിച്ചറിഞ്ഞില്ല. എന്നിട്ട് ഇവള് നൈസായിട്ട് അവർ കടയിൽ ചെന്നിട്ട് പറഞ്ഞ് നിൽക്കുന്ന ആരാന്നറിയോ, അത് അഖിൽ പി ധർമ്മജൻ, റാം കെയർ ഓഫ് ആനന്ദ് ചെയ്ത്. ഞാൻ അടുത്ത കടയിൽ പോയിട്ട് പറഞ്ഞു നിൽക്കുന്ന ആരാന്നറിയോ, അപ്പം നിമ്ന, ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ആൾ കൂടി ആ ഒരു വീഡിയോ ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇവള് പറഞ്ഞു എനിക്കൊരു ഓർക്കിഡ് വാങ്ങി തരുമോ. അപ്പോൾ അന്ന് ബുക്ക് ഹിറ്റാണെങ്കിൽ റോയൽറ്റി കിട്ടിയിട്ടില്ല. എൻ്റെ അക്കൗണ്ടിൽ കണ്ട് 100 രൂപയുള്ളൂ. ഓർക്കിഡിന് നല്ല പൈസയല്ലേ, അന്ന് വാങ്ങിക്കൊടുത്തിട്ടില്ല, വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ലക്ഷക്കണക്കിന് ഓർക്കിഡ് വാങ്ങാനുള്ള അക്കൗണ്ട് ബാലൻസ് ആളുടെ കയ്യിലുണ്ട്. ഈ നെഗറ്റിവിറ്റിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ആദ്യം ബിഗ് ബോസ് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ എൻ്റെ ബുക്ക് ഇറങ്ങി ഒരു 10 കമൻറ്റ് നെഗറ്റീവ് വരുമ്പോഴത്തേക്ക് അന്ന് ഫുഡ് കഴിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതോടെ മനസ്സിലായി ആ ആഗ്രഹം ഞാനങ്ങ് കുഴിവിട്ട് മൂടി. കാരണം നമ്മൾ വിചാരിക്കും ഇതിനിപ്പോൾ എന്താ, നമ്മളിത് എഫക്റ്റ് ചെയ്യുന്നില്ല, ഒരു സ്ക്രീനിനപ്പുറം ഇരുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങളല്ലേന്ന്. പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഇറങ്ങി 2 വർഷം എടുത്തിട്ടാണ് ഇപ്പം ഞാനതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറക്കുന്നത്. അതൊരു ഈസി ആയിട്ടുള്ള ജേർണി അല്ല. അപ്പം എൻ്റെ കഴിഞ്ഞ ഡിസംബറിലാണ് എൻ്റെ മാരേജ് കഴിഞ്ഞത്. എനിക്ക് തോന്നുന്നു ഞാൻ മാരേജ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത ടൈം അത്ര കുറവാണ്. അത്രയും ടൈം ഞാൻ ആ ബുക്കിന് വേണ്ടി ഇടുന്നിട്ടുണ്ട്. കൊൽക്കത്ത ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതിഥിയുടെ ഒരു പാർട്ട് ഒരു 100 പേജോളം എഴുതി അത് മൊത്തം മാറ്റി കളഞ്ഞിട്ട് ഒരു പുതിയ കഥ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ വിചാരം ഈ ബുക്ക് എഴുതാന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരുന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുന്നതാണ്, ഇത് എളുപ്പമുള്ള ഒരു പരിപാടിയാണെന്നുണ്ട്. പക്ഷേ വളരെ ഹാർഡായിട്ടുള്ള ഒരു ജേണിയാണ്, വളരെ ലോൺലി ആയിട്ടുള്ള ഒരു ജേണിയാണ്. അപ്പോൾ നമ്മളൊരു കുട്ടീനെ നമ്മുടെ കുട്ടീനെ ഒരാളെന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് കൊള്ളുമല്ലോ, നമ്മളതിന് പ്രതികരിക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ബുക്കിനെ കുറിച്ച് ഒരാൾ നെഗറ്റീവ് പറയാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, നിങ്ങൾക്കത് ഇഷ്ടമായില്ല, ഇറ്റ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് പറയുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല, അതിനൊരിക്കലും നമ്മൾ വിഷമിക്കില്ല. പക്ഷേ ഇത് എന്ത് ചവറാണ്, ഇതൊക്കെ ആരാണ് വായിക്കുന്നത്, നിങ്ങൾക്ക് നാണോ ഇല്ല ഇതൊക്കെ എഴുതാൻ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ദാറ്റ് ഹേർട്സ്, അതിലൊരു വിഷമം ഉണ്ടാവും. അതൊരു 6 മാസം 1 വർഷം വരെ എനിക്ക് ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് എനിക്ക് നിങ്ങളുടെ ബുക്ക് ഇഷ്ടമായില്ല, അത് ചവറാന്നൊക്കെ പറയുന്ന സമയത്ത് ഞാനത് നിസ്സാരമായിട്ട് വിടാൻ ശ്രമിക്കാറുണ്ട്. മാത്രമല്ല ഇപ്പോൾ 1 1 3 പറഞ്ഞാൽ തന്നെ ഞാൻ വിചാരിക്കുക ശരി അങ്ങനെ ഇരുന്നോട്ടെ, എന്തിനാ വെറുതെ ഇവരോട് തല്ല് പിടിക്കാൻ പോകുന്നതെന്ന്. അപ്പം ഞാൻ പറയുന്ന ഒരു സാധനം, ബീയിങ് കൈൻഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്കൊരു ബുക്ക് വായിച്ചു, നിങ്ങൾക്ക് ഇഷ്ടമായില്ല, പോട്ടെ, ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കത് കളയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും 1 2 പേരോട് നിങ്ങൾക്ക് ഇത് വർക്ക് ആയില്ല എന്ന് പറയാം. പക്ഷെ കൂട്ടായിട്ടൊരു ബുക്കിനെ ആക്രമിക്കുക അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയ ഒരാളെ ഇത്രയ്ക്കും പേഴ്സണലി അറ്റാക്ക്
അറ്റാക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ ഒരാൾ എഴുതിയിട്ടുണ്ടായിരുന്നു, എൻ്റെ കുറച്ച് സ്ലീവ്ലെസ് ആയിട്ട് ഡ്രസ്സ് ഇട്ട് കുറച്ച് ഇംഗ്ലീഷും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ബുക്ക് വിൽക്കാമല്ലോ എന്ന്. അത് അറിഞ്ഞിരുന്നെങ്കിൽ പണ്ട് ഞാൻ സ്ലീവ്ലെസ് ഇട്ടിട്ട് ബുക്ക് വിറ്റേനെ, കാരണം എനിക്ക് നന്നായിട്ട് മോഡേൺ ഡ്രസ്സ് ഇടുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ആ രീതിയിൽ ഒരാളുടെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുക, ഡ്രസ്സിനെ അവരുടെ ചോയ്സസിനെ വരെ അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും നല്ല കാര്യമില്ല. ഇപ്പോൾ രാംകോ ആനന്ദിക്ക് അവാർഡ് കൊടുത്തത് റാം എന്നുള്ള പേരുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് വരെ അങ്ങനെ വരെയുള്ള കമൻറ്റ്സ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ വിഷമാണ്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഓക്കെ, ബട്ട് പ്ലീസ് ബി കൈൻഡ് ടു അതേഴ്സ് എന്നുള്ളൊരു കാര്യമാണ്. താങ്ക് യു.